ചിലർക്ക് യെസ്. പെട്ടെന്ന് മൈഗ്രെയിൻ ഹിറ്റ് ചെയ്യാം. ട്രിഗറിങ് ഫാക്ടേഴ്സ് നോക്കണം. ചിലർ സ്വീറ്റ്സ്, ചോക്ലേറ്റ്സ്, ഉം, ഐസ്ക്രീം, ഉം, ഉറക്കം ശരിയാവുന്നില്ല, ഉം, അല്ലെങ്കിൽ വെയിലത്ത് പോകുന്നു, ഉം. യാത്ര ചെയ്യുന്നു. ഇയർ ബാലൻസിന്റെ ആണെന്ന് പറഞ്ഞിട്ടാണ് എല്ലാ തലകറക്കത്തിനും ആൾക്കാർ വരുന്നത്. ഉം. പക്ഷെ എല്ലാ തലകറക്കവും ഇയർ ബാലൻസിന്റെ അല്ല. ഇയർ ബാലൻസിന്റെ പ്രോബ്ലം ആകുമ്പോൾ കട്ടുമെന്ന് എണീക്കുമ്പോൾ ഉം. തലകറങ്ങും, അല്ലെങ്കിൽ കട്ടുമ്പോൾ കിടന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെരിയുമ്പോൾ തലകറങ്ങും, അല്ലെങ്കിൽ കട്ടുമ്പോൾ കിടക്കുമ്പോൾ തലകറക്കം വരും. നോർമലി നടക്കുമ്പോൾ ആ ഇയർ ബാലൻസിന്റെ പ്രോബ്ലത്തിന് പ്രശ്നം വരും. ഇയർ ബഡ്സ് തീരെ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം ഇയർ ബഡ്സ് യൂസ് ചെയ്യുമ്പോൾ ചെവിയിലേക്ക് ഇൻഫെക്ഷൻ വരും. ഇയർ ബഡ്സ് നമുക്ക് സ്റ്റെറൈൽ അല്ല. അപ്പോൾ ചെവി നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ചെവി തന്നെത്താൻ ക്ലീൻ ആവും. ആൽക്കഹോൾ, സ്മോക്കിംഗ്, ഇത് രണ്ടും ഉണ്ടെങ്കിൽ എയർവേ പിന്നെയും കൂടുതൽ അടയും. സ്നോറിങ് ആക്ച്വലി സൗണ്ട് ആണ് ബാക്കിയുള്ളവർക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നത്. അതെ. പക്ഷെ ആക്ച്വലി സൗണ്ട് മാത്രമല്ല. കാരണം ഈ സ്നോർ ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം എയർവേ ബ്ലോക്ക്ഡാണ്. എയർവേ എവിടേക്കോ ബ്ലോക്ക്ഡ് ആയതുകൊണ്ടാണ് ആ വൈബ്രേഷൻ വരുന്നത്. ആ ഒരു വൈബ്രേഷൻ കൊണ്ടാണ് ഈ സൗണ്ട് വരുന്നത്. പക്ഷെ എയർവേ ബ്ലോക്ക്ഡ് ആകുമ്പോൾ അത് നാച്ചുറലി നമ്മുടെ ബോഡിയിലേക്കുള്ള ഓക്സിജൻ ലെവലാണ് കുറയുന്നത്. അത് കുറയുമ്പോഴാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബാക്കി ഹാർട്ടിനെ ബാധിക്കാം, ഡയബറ്റിസ് വരാം, BP വരാം. മൈൽ സ്റ്റോൺ ഡോക്ടറിൽ ഇന്ന് നമ്മളോടൊപ്പം ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ രഞ്ജിനി രാഘവൻ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു? സുഖമായിരിക്കുന്നു. ഡോക്ടർ നല്ല സുഖമായിട്ടിരിക്കുന്നു. അസുഖമായിട്ട് വരുന്ന പലരുടെയും അസുഖങ്ങൾ മാറ്റുന്നു അല്ലേ? ഇപ്പോൾ ENT ഡോക്ടറിന് ഇപ്പം മഴ നമ്മൾ വിചാരിക്കാതെ തന്നെ നേരത്തെ തന്നെ തുടങ്ങി. മഴക്കാലമാണിപ്പോൾ. മഴക്കാലത്ത് ഏറ്റവും കൂടുതലും അലർജിക് ആയിട്ടുള്ള ഡിസീസസും ഒരുപാട് ഇനി കൂടുതലായിട്ടും കോമൺലി കുട്ടികളുടെ ഇടയിൽ ഒക്കെ വരാൻ പോവുകയാണ് അല്ലേ? വെരി ട്രൂ. അതെ. പല പേഷ്യൻസിനും, അത് കുട്ടികളുടെ അമ്മമാർക്കും ഇതാണ് ടെൻഷൻ മഴക്കാലം തുടങ്ങുമ്പോഴത്തേക്ക്. കഴിയുമ്പോൾ അത് ഒരു കുട്ടിക്ക് ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും പിന്നെ അങ്ങനെ പാരന്റ്സിനായി. ഇപ്പൊ ഇങ്ങനെയൊക്കെ ഈ ഒരു സമയത്ത് ഇത് വരാതിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ഒരു പ്രിവെൻഷൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഡോക്ടർ? മഴക്കാലത്ത് മെയിൻലി എന്താ വരുന്നത്, ഈ ഒരു അലർജിക് ഇഷ്യൂസ് കൂടും. അതെ. കാരണം ഹ്യൂമിഡിറ്റി കൂടും. ഹ്യൂമിഡിറ്റി കൂടുമ്പോഴത്തേക്കും ഫംഗസ് വരാനുള്ള ചാൻസസ് കൂടും. അതേമാതിരി ആ മോയ്സ്റ്റ് ഇതാകുമ്പോഴത്തേക്കും അലർജിക്ക് ഏറ്റവും കോമൺ ഒരു കോസ് എന്താ വെച്ചാൽ ഡസ്റ്റ് മൈറ്റ് ആണ്. ഈ ഡസ്റ്റ് മൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ചെറിയ ഇൻസെക്ട് ഇതാണ്. അപ്പം അത് കാണില്ല. അത് നമ്മുടെ ഷീറ്റ്സിൽ, തലേണയിലൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ രാവിലെ എണീക്കുമ്പോൾ തുമ്മും. ഓക്കെ, എന്നിട്ടൊരു 10 മണി കഴിയുമ്പോഴത്തേക്കും ആ തുമ്മൽ മാറും. അപ്പൊ ആ ഒരു തുമ്മലും ഇത് കാരണം തന്നെയാണ്, ഈ ഡസ്റ്റ് മൈറ്റ് കാരണമായിരിക്കാം. അതേമാതിരി ഈ ഒരു മഴക്കാലം വരുമ്പോഴത്തേക്കും ഫംഗസ് കൂടും, എല്ലാ ചുമരിന്റെ മുകളിലും ഇതൊക്കെ. അപ്പൊ കുറെ പേർക്ക് അത് കാരണം അലർജി വരും. സോ ആ സമയത്ത് ഈ ഒരു തുമ്മലും ഈ റണ്ണിങ് നോസും കോൾഡ്, എല്ലാവരും വിചാരിക്കും കോൾഡ്, എല്ലാത്തിനും കോൾഡ്. അപ്പൊ എല്ലാം കോൾഡ് അല്ല. കാരണം ഈ മഴക്കാലത്തെ അലർജിയുടെ കാര്യം നല്ല പോലെ ഉണ്ടാവും. അപ്പൊ ആ ഒരു ഇത് കാരണം കൂടി ഈ മൂക്കടപ്പ് വരാം. ആൻഡ് ആ മൂക്കടപ്പ് കുറച്ചും കൂടി നാൾ നിൽക്കുമ്പോഴത്തേക്കും അത് സൈനസൈറ്റിസും ആവാം. അപ്പോൾ അത് വളരെ കോമൺ ആയിട്ടുണ്ട്. ആൻഡ് കുട്ടികൾക്കാണെങ്കിലും ഈ സമയത്താണെങ്കിൽ ഈ ഒരു അലർജി കൂടുമ്പോഴത്തേക്കും ഈ ഒരു ഗ്ലാൻഡ് ഉണ്ട്, എഡനോയിഡ്സ് പറഞ്ഞിട്ട്, മൂക്കിന്റെ ബാക്കിൽ, അതങ്ങോട്ട് വീർത്ത് നിൽക്കും. അപ്പം മൂക്ക് അങ്ങോട്ട് കംപ്ലീറ്റ്ലി അടയും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ചെവിയിലേക്കും വേദന വരാം. കാരണം ENT ഫുൾ റിലേറ്റഡ് ആണ്. മൂക്കാണെങ്കിലും ചെവിയാണെങ്കിലും ത്രോട്ട് ആണെങ്കിലും എല്ലാം റിലേറ്റഡ് ആണ്. അപ്പൊ ഒരു സ്ഥലത്ത് ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് എല്ലായിടത്തേക്കും പോകും, സ്പ്രെഡ് ചെയ്യും. അതാണ് ഒരു പ്രോബ്ലം. അപ്പൊ ഇപ്പൊ എന്റെ കുട്ടി ഓൾറെഡി ഇത്തരത്തിലുള്ള അലർജിക് ആണെന്നൊരു പാരന്റിന് അറിയാമെങ്കിൽ ഈ ഒരു സീസൺ വരുമ്പോഴത്തേക്ക് അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ആക്ച്വലി ഒരു കുട്ടിക്ക് ഇങ്ങനെ ടാബ്ലറ്റ് കൊടുക്കുന്നത്, ആ മെഡിക്കേഷൻ എടുക്കുന്നത് നല്ലതാണോ? കുട്ടിയൊക്കെ നമ്മൾ ടാബ്ലറ്റ്സോ സിറപ്പിനെ കാട്ടിലും സ്പ്രേ ആണ് പറയാം. ഒരു 2 ഇയേഴ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ ഒരു നേസൽ സ്പ്രേ പറയും. നേസൽ സ്പ്രേ ആണ് കുട്ടികൾക്ക് നല്ലത്. കാരണം നേസൽ സ്പ്രേ ആകുമ്പോൾ ഡോസ് വളരെ കുറവാണ്. അത് മെയിൻലി മൂക്കിലേക്ക് മാത്രം അടിക്കുകയാണ്. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്കും ഫുൾ ബോഡിയിലേക്ക് ഇഫക്റ്റ് വരുന്നില്ല. നമ്മൾ സിറപ്പും ടാബ്ലറ്റും ആകുമ്പോൾ ഫുൾ ബോഡിക്ക് അതിൻ്റെ ഇഫക്റ്റ് വരുമല്ലോ. അപ്പോൾ ആ ഒരു സ്പ്രേ ആകുമ്പോൾ ലോക്കൽ ആ മൂക്കിൻ്റെ അവിടെ മാത്രം ഇഫക്റ്റ് വരുന്നുള്ളൂ. പക്ഷേ നേസൽ സ്പ്രേയിൽ സ്റ്റെറോയിഡ്സ് ഇല്ലേ? നേസൽ സ്പ്രേ സ്റ്റീറോയിഡിന്റെ സെയിം ക്വസ്റ്റ്യൻ ആണ് എല്ലാ പേരൻസും ചോദിക്കുക. നേസൽ സ്പ്രേയിൽ സ്റ്റീറോയിഡ് ഇല്ലേ ഡോക്ടറെ? സ്റ്റീറോയിഡ് നന്നല്ലല്ലോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. പക്ഷെ ആക്ച്വലി
അത് അങ്ങനത്തെ ഒരു സ്റ്റീറോയിഡ് അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റീറോയിഡ് ടാബ്ലറ്റ് കഴിക്കുക, ഉം. അല്ലെങ്കിൽ സ്റ്റീറോയിഡ് സിറപ്പ് കഴിക്കുമ്പോൾ അത് കുട്ടിയുടെ ഹെൽത്തിനെ ബാധിക്കാം. കാരണം ബാക്കി ഐസിനെ ബാധിക്കാം, ബാക്കി ബാക്കി അവയവങ്ങളെ ബാധിക്കാം. ആ. സ്റ്റീറോയിഡ് സ്പ്രേ ഓൾ ഓവർ ദ വേൾഡ് അതാണ് ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് അലർജിക്ക്. ഓ. അഡൾട്ട്സ് ആയാലും കുട്ടികളായാലും ദാറ്റ് ഇസ് ദ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ. പക്ഷെ എപ്പോഴും നമ്മളൊരു സ്റ്റീറോയിഡ് സ്പ്രേ ആണെന്ന് പറയുമ്പോഴത്തേക്കും സെയിം റിയാക്ഷൻ ആണ് കാരണം എല്ലാവർക്കും ദാറ്റ് വരിക. വേർഡ് ഇറ്റ്സെൽഫ് എല്ലാവർക്കും ഒരു സ്റ്റീറോയിഡ് പേടിയുള്ളൊരു പേടിയുള്ള ആ ഒരു കൊണ്ടാണ്. സംഭവമായതുകൊണ്ട്. പക്ഷെ ദിസ് ഇസ് എ ലോക്കൽ സ്റ്റീറോയിഡ്. അപ്പൊ കാരണം അലർജി എപ്പോഴും ആദ്യം മൂക്കിലെ ആ. ആണ്, മൂക്കിലുള്ള കവറിങ്ങിലാണ് ആദ്യം വരുന്നത്. വരുന്നേ. അവിടെ സെറ്റിൽ ചെയ്തിട്ടാണ് തുമ്മൽ തുടങ്ങുന്നത്. ആ. അപ്പൊ ഈ സ്പ്രേ ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിങ് അവിടെ കൊടുക്കും. ഓക്കെ. അപ്പൊ അലർജി അവിടെ സെറ്റിൽ ചെയ്യാൻ പറ്റില്ല, ആ. അതങ്ങോട്ട് പോകും. ആ. മറ്റതെന്താ പറ്റുക, അലർജി അവിടെ നിൽക്കും, അവിടെ നിന്ന് തുടങ്ങും, പിന്നെ താഴത്തേക്ക് ഇങ്ങനെ പോവും. അപ്പോൾ എയർവേ കൂടെ താഴത്തേക്ക് പോവും, ലങ്സ്. അപ്പോൾ അത് കൺട്രോൾഡ് ആവാണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ആസ്മ, ബ്രോങ്കൈറ്റിസ് ഓ. ഇതെല്ലാം വരുന്നത്. ഓക്കെ. അപ്പോൾ ഇൻഹേലർ കൊടുക്കും. അതും ആൾക്കാർക്ക് പേടിയാണ്. പക്ഷെ സ്പ്രേ ആണ് അതിലും പേടി. സ്പ്രേ എന്ന് പറയുമ്പോഴത്തേക്കും തീരെ യൂസ് ചെയ്യാൻ മടിയാണ് കുറേ പേർക്ക്. പക്ഷെ കുറേ പേരൻസിന് ഇപ്പം അത് മനസ്സിലായി അതെ. യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടിക്ക് അല്ലെങ്കിൽ നമുക്കോ ആർക്കെങ്കിലും ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സംഭവത്തിനോട് അലർജിക് ആണെന്ന് നമുക്കറിയാമെങ്കിൽ ആ ഒരു സീസൺ വരുമ്പോൾ ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ സ്പ്രേ ദാറ്റ് ഈസ് ഒരു ഡെയിലി 3 വേണ്ട. മന്ത്സോ വേണ്ട, വേണ്ട, വേണ്ട. പിന്നെ എനിക്ക് യൂഷ്വലി അലർജി നമുക്ക് ഒരിക്കലും കംപ്ലീറ്റ്ലി പ്രൊട്ടക്ട് ചെയ്തോ കംപ്ലീറ്റ്ലി നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. നമുക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഒരു 10 ദിവസമോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 1 മന്തോ അത് യൂസ് ചെയ്യേണ്ടി വരും ഓക്കെ. റെഗുലർ ആയിട്ട്. റെഗുലർ ആയിട്ട്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ അത് അലർജി വരും. കാരണം അത് ആൻറ്റിബയോട്ടിക് മാതിരിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മരുന്ന് സാധനമല്ല. അപ്പോൾ ആ. നമുക്ക് ഇപ്പം ഇത്രയും ദിവസം യൂസ് ചെയ്തു, ഉം. പിന്നെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ പ്രോബ്ലം അങ്ങനെയൊന്നുമില്ല. ഇല്ല. ഓക്കെ. So that is the difference between the ബാക്കി ഓറൽ സ്റ്റീറോയിഡ്സും ഈ ഒരു നേസൽ സ്പ്രേയും. ഓക്കെ. അപ്പോൾ അങ്ങനെ ടേപ്പർ ചെയ്ത് കൊണ്ടുവരണമെന്നോ അങ്ങനെയൊന്നുമില്ല. ഇല്ല. അപ്പൊ ഇപ്പം നമുക്കറിയാം എനിക്കിപ്പോ ഡസ്റ്റിനോട് കുറച്ച് അലർജിക് ആണെന്ന് എനിക്ക് ഓൾറെഡി അറിയാമെങ്കിൽ ഉം. ഞാനിപ്പോ പോകുന്ന ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഞാനിപ്പോ കുറച്ച് ദിവസം നിൽക്കാൻ പോകുന്ന ഒരു ഏരിയ കുറച്ച് ഡസ്റ്റി ആയിട്ടുള്ള ഇതാണെങ്കിൽ ഉം. എനിക്ക് അതിൽ നിന്നും ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ അപ്പൊ എനിക്ക് ഇത്തരത്തിലുള്ള സ്പ്രേ അങ്ങനെയാണ് യൂസ് ചെയ്യാമോ? ഈ ഡസ്റ്റ് എന്ന് പറയുന്നത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ആ. ഡസ്റ്റ് നമ്മളിപ്പോൾ പൊടി, ഈ പുറത്ത് റോഡിലെ പൊടി, ആ. അതല്ല മോസ്റ്റ് കോമൺ കോസ്. മോസ്റ്റ് കോമൺ കോസ് ഡസ്റ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹൗസ് ഡസ്റ്റ്. നമ്മുടെ വീട്ടില് എല്ലാം. വീട്ടിലുള്ള, കാരണം അതിലാണ് ഈ ഡസ്റ്റ് മൈറ്റ് ഒക്കെ ഉണ്ടാവുക. അല്ലെങ്കിൽ ചിലപ്പോൾ കോക്രോച്ചിന്റെ ഡെബ്രി, ചിലപ്പോൾ മോസ്കിറ്റോന്റെ ഇത്, അങ്ങനത്തെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോഴാണ് ആ ഒരു ഡസ്റ്റിനാണ് ആ ഒരു അലർജിക് പ്രോബ്ലം വരുന്നത്. അത് ഉണ്ടാവുന്നത്. ഫംഗസ് ഇതെല്ലാം കൂടി വരുമ്പോൾ ആ. ഈ റോഡിലൊക്കെ വരുമ്പോഴത്തേക്കും ആ ഒരു ചിലപ്പോൾ ഒരു കോൺക്രീറ്റ് പൗഡറിന്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ യെസ് കുറച്ചൊരു പ്രോബ്ലം വരാം. അല്ലെങ്കിൽ കൂടുതലും ആ റോഡിൽ ഇത് വരുന്ന ആ പൊല്യൂഷന്റെയും ആ ഒരു നമ്മളെ പെട്രോൾ ഫ്യൂംസിന്റെയും അതിൻ്റെയൊക്കെ അലർജി വരുന്ന ആ ഒരു അലർജിക് പ്രോബ്ലം. അപ്പോൾ രണ്ടും ഈ സെയിം ക്വസ്റ്റ്യൻ ആണ് എല്ലാവർക്കും. ഡസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡസ്റ്റ് അറ്റ്മോസ്ഫിയർ ആ ഒരു ഡസ്റ്റും അല്ല. ഇത് ആക്ച്വലി ഹൗസ് ഡസ്റ്റ് ആണ് നമ്മൾ കൂടുതലും എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ബെഡ്ഷീറ്റ്സ് ഒരു 60 ഡിഗ്രീസിൽ വാഷ് ചെയ്യുകയാണെങ്കിൽ ഈ ഡസ്റ്റ് മൈറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഷീറ്റ്സും പില്ലോ കവറും ബ്ലാങ്കറ്റ്സും പുതപ്പോ എന്താ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതൊരു വൺസ് എ വീക്ക് 60 ഡിഗ്രീസിൽ വാഷ് ചെയ്യണം. ഓക്കെ. അപ്പോഴാണ് ആ ഡസ്റ്റ് മൈറ്റ് നമുക്ക് കൊല്ലാൻ പറ്റുള്ളൂ. ഓ. മറ്റേത് ദേ ടെൽ മീ എല്ലാ ദിവസവും ഞങ്ങൾ വാഷ് ചെയ്യും ഷീറ്റ്സ്, കുട്ടിക്ക് അലർജി ഉള്ളതുകൊണ്ട്. പക്ഷെ എല്ലാ ദിവസവും കോൾഡ് വാട്ടറിൽ വാഷ് ചെയ്തതിനെ കൊണ്ട് ഒരു കാര്യമില്ല. കാര്യമില്ല. അതാണ് അതേപോലെ തന്നെ റൂമിലെ കേർട്ടനും നമ്മൾ അതേപോലെ തന്നെ കുട്ടികൾക്ക് എക്സാക്ട്ലി ഇത്തരത്തിൽ പ്രോൺ ആണെന്നുണ്ടെങ്കിൽ അതും നമ്മൾ കെയർ വാഷ് ചെയ്യണം. റഗ്സ്, ആ. അതെ. പിന്നെ കുറെ പേരുടെ വിശ്വാസമാണ് ഈ ഫേം മാട്രസ്. അപ്പോൾ കോട്ടന്റെ ഓ. പഞ്ഞിയുടെ മാട്രസ് അല്ലെങ്കിൽ പഞ്ഞിയുടെ പില്ലോ ആണ് നല്ലത് എന്നുള്ളൊരു ഫീലിംഗ്. അലർജിക് ആയ ആൾക്കാർക്ക് പഞ്ഞി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അലർജി കൂട്ടും. ഓക്കെ. അപ്പൊ അവർക്ക് ഏതാണ് അഡ്വൈസ് ചെയ്യണത് അവർക്ക് അങ്ങനെയാണെങ്കിൽ? ഞങ്ങൾ എപ്പോഴും ഫോം യൂസ് ചെയ്താൽ മതി എന്ന് പറയും. പറയും. കാരണം അല്ലെങ്കിൽ പിന്നെ ഈ അലർജിക് ടെൻഡൻസി കൂടും. ഓക്കെ. അതുകൊണ്ടാണ് എസ്പെഷ്യലി രാവിലെ എണീക്കുമ്പോൾ തുമ്മുന്നുണ്ടെങ്കിൽ ആ. അതാ ബെഡ്ലിനെന്നോ അവിടെ നിന്നൊക്കെ വരുന്ന ഒരു ഇതാവാനാണ് ചാൻസ്. അതാണ് ചില ആൾക്കാർ രാവിലെ എണീറ്റ് കഴിയുമ്പോൾ പറയും കുറച്ച് രാവിലത്തെ ഒരു കുറച്ച് സമയത്തേക്ക് അവർ ഇങ്ങനെ സ്നീസ് സ്നീസ് ചെയ്തുകൊണ്ടിരിക്കും ചെയ്തോണ്ടിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഇറിറ്റേഷൻസ് ആയിരിക്കും, ഇങ്ങനെ മൂക്കിൽ ഒരു ഇറിറ്റേഷൻ കാണിക്കും. യെസ്, എന്നിട്ട് പറയും എണീറ്റ് ഒരു 2 hours കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറും. ഫൈൻ മാറുമെന്ന് പറയും. അപ്പൊ അത് വേറെ അലർജിക്കാണ്, അതിനൊന്നും ചെയ്യാറില്ല ഡോക്ടറെ എന്ന് പറയും. പക്ഷെ ആക്ച്വലി ഇത്
ചെയ്താൽ തന്നെ ചിലപ്പോൾ ഈ ലിനനൊക്കെ വാഷ് ചെയ്താൽ തന്നെ ബെഡ് ലിനനൊക്കെ വാഷ് ചെയ്താൽ തന്നെ നമുക്ക് അതിനൊക്കെ അലർജി മാറ്റാവുന്നതേ ഉള്ളൂ. സോ ഇത്തരത്തിൽ വരുന്ന ഇഷ്യൂസ് ഈ മോർണിംഗ് ഇങ്ങനത്തെ വരുന്നത് ഈ ഒരു അലർജിക്ക് ഇത് നമുക്ക് ലൈഫ് ചിലരുടെ ഒരു ബോഡി ടൈപ്പ് ആണല്ലോ. അതെ. അപ്പൊ അതിന് നമുക്ക് എങ്ങനെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റുന്നത്? ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൂടാതെ മെഡിക്കേഷൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് തന്നെ വേണോ അത് നമുക്ക് ഫുൾ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ? അലർജി നമുക്ക് ഒരിക്കലും ഫുൾ സ്റ്റോപ്പ് ചെയ്യാൻ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. പറ്റില്ല. ഇറ്റ് കംസ് ഓൺ ആൻഡ് ഓഫ് നമ്മുടെ ബോഡിയിൽ. ഓൺ ആൻഡ് ഓഫ്. അപ്പോൾ ബോഡി അല്ല, ഇറ്റ്സ് ആക്ച്വലി പുറത്തുനിന്നുള്ള എൻവയറമെന്റിലുള്ള സാധനങ്ങൾ നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോഴാണ് അതെ അപ്പോഴാണ് സ്നീസിങ് വരുന്നത്. അതെ ബോഡിയിൽ നിന്നുള്ള ഒരു അലർജി അല്ല. അതെ അപ്പോൾ അതൊരു ഇപ്പൊ പേരൻസിന് അലർജി ആണെങ്കിൽ കുട്ടിയൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓ നല്ലൊരു ജനറ്റിക് ഇതും ഉണ്ട് അതിന്. ഉണ്ടാവും. അപ്പൊ ഒരു പേരന്റ് ഉണ്ടെങ്കിൽ തന്നെ കുട്ടിയൊക്കെ വരാം. 2 പേരന്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആണ്. ഓ ചിലപ്പോൾ അതൊന്നും ഇല്ലാണ്ട് തന്നെ അലർജി വരാം. ഉം. അത് അലർജിക് ടെൻഡൻസി എപ്പോൾ വേണമെങ്കിലും വരാം. ഇപ്പൊ സീ ഫുഡ് ആണെങ്കിലും വരാം. അതെ അപ്പൊ ആ അലർജിക് ടെൻഡൻസി എപ്പോൾ വേണമെങ്കിലും വരാം, എപ്പോൾ വേണമെങ്കിലും നിൽക്കാം. അല്ലെങ്കിൽ അലർജി ടെസ്റ്റിംഗ് ചെയ്തിട്ട് എന്തിനൊക്കെയാണ് അലർജി നോക്കി. ഈ അലർജി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അലർജി ഇത്ര അധികം ഉണ്ട് എന്നുള്ളതല്ല. അലർജി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഓരോ അലർജീനെ അപ്പൊ ഒരു ലൈഫ് സ്റ്റൈൽ എന്താണ് നോക്കി, അപ്പൊ എന്തിനൊക്കെയാണ് ഒരു എക്സ്പോഷർ വരാൻ ചാൻസ് എന്ന് നോക്കി അതിനുള്ള ടെസ്റ്റിംഗ് ചെയ്ത് അങ്ങനെ അനുസരിച്ചിട്ട് വേണം ട്രീറ്റ്മെന്റ് എടുക്കാൻ. അത്രയും കൺട്രോൾ ചെയ്യണമെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ സ്പ്രേസ് യൂസ് ചെയ്താലും നല്ല കൺട്രോൾ കിട്ടും. ആക്ച്വലി ഐ ഓൾസോ ഹാവ് അലർജി. അപ്പൊ ഞാനും പക്ഷേ സ്പ്രേ യൂസ് ചെയ്യും. അപ്പൊ അത് കൺട്രോളിൽ വരും. അപ്പൊ നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ മുന്നോട്ടൊരു നമ്മൾ കുറച്ചും കൂടെ കോൺഷ്യസ് ആയിട്ട് നമ്മളെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് അതിന്റെ കൺട്രോൾ, എസ്പെഷ്യലി മഴക്കാലം വരുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ഇപ്പൊ ഒരു കുട്ടിക്ക് ഇത്തരത്തിലുള്ള അലർജിക് ആയിട്ടൊരു കോൾഡ് വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അവരുടെ പാരന്റ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇത് വേറെ അലർജിക് കോൾഡ് ആണ്, പേടിക്കണ്ട, ഇത് സ്പ്രെഡ് ആവില്ല, കണ്ടേജിയസ് അല്ല, കുഴപ്പമില്ല എന്ന്. ട്രൂ ആണ്. അലർജി ആണെങ്കിൽ ട്രൂ ആണ്. അതൊരിക്കലും വേറൊരു കുട്ടിക്ക് കിട്ടില്ല. പക്ഷെ അലർജിക് ആയ കുട്ടിക്ക് പ്രോബ്ലം എന്താ വെച്ചാൽ അത് അലർജി ആണോ ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അലർജിക് ആയ കുട്ടിക്ക് പിന്നെ വൈറൽ ഇൻഫെക്ഷനും വരാം. എസ്പെഷ്യലി ഇപ്പൊ സ്കൂളിലൊക്കെ പോകുമ്പോൾ ആ ഒരു പ്രോബ്ലം വരാം. അപ്പൊ അതാണോ അലർജി ആണോ എന്നുള്ളത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള റണ്ണിങ് നോസ്. പക്ഷെ അത് മാത്രമല്ല, എഡനോയിഡ്സ് ഉണ്ടെങ്കിൽ ഇതേമാതിരി റണ്ണിങ് നോസ്, എപ്പോൾ നോക്കിയാലും ചുമ, റണ്ണിങ് നോസ്, ഇതെല്ലാം വരാം. അപ്പൊ അതും പേരൻസിന്റെ വിചാരം അലർജി ആണെന്നാണ്. സോ ഈ എഡനോയിഡ്സ് എന്ന് പറഞ്ഞ ഗ്ലാൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പൊ ഈ പോസ്റ്റ് കോവിഡ് നല്ല പോലെ കാണുന്നുണ്ട്. നോട്ട് ഓൺലി ഇവിടെ കോവിഡിന്റെ എന്തെങ്കിലും ആണെന്നാണ് ഒരു സംശയം. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ കോവിഡിന് ശേഷം ഇവിടെ ഇന്ത്യയിൽ മാത്രമല്ല എല്ലായിടത്തും, കേരളത്തിൽ മാത്രമല്ല, ഓൾ ഓവർ ദ വേൾഡ് ഈ എഡനോയിഡ്സിന്റെ പ്രോബ്ലം വളരെ കൂടിയിട്ടുണ്ട് കുട്ടികൾക്ക്. അപ്പൊ ഈ നോസ് ബ്ലോക്ക് വല്ലാണ്ട് കൂടും, വായ തുറന്ന് വെക്കും, രാത്രി കൂർക്കം വലിക്കാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ കൂർക്കം വലിക്കുന്നില്ല, പേരൻസ് കൂർക്കം വലി ഇല്ല, അപ്പോൾ ഡോക്ടർ കുഴപ്പമില്ല. പക്ഷെ അതല്ല, ചിലപ്പോൾ വായ തുറന്ന് വെക്കുന്നേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ കമന്നായിരിക്കും കിടക്കുന്നത്, അല്ലെങ്കിൽ ചെരിഞ്ഞായിരിക്കും കിടക്കുന്നത്, മലന്നല്ല കിടക്കുക. കാരണം നോർമലി നമ്മൾ മലന്ന് കിടക്കും. അപ്പൊ ഈ ചെരിഞ്ഞ് കിടക്കുന്നതും കമന്ന് കിടക്കുന്നതും എവിടെയോ ഒരു ബ്ലോക്ക് ഉള്ളത് കൊണ്ടാണ്. പക്ഷെ അത് കൂർക്കം വലിക്കണമെന്നുമില്ല. കൂർക്കം വലിക്കണമെന്നുമില്ല. പക്ഷെ കട്ടിൽ മുഴുവൻ ചുറ്റണം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കിടക്കുമ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ ഷോൾഡറിൽ വന്ന് കിടക്കും കുട്ടികൾ. കാരണം അപ്പോൾ തല കുറച്ച് പൊങ്ങും. അപ്പോൾ കുറച്ചുകൂടി ബ്രീതിങ് ഈസിയർ ആവും അവർക്ക്. ആൻഡ് ഉറക്കം ഡിസ്റ്റർബ്ഡ് ആയതുകൊണ്ട് അവർക്ക് പിന്നെ കൂടുതൽ വാശി കൂടാം, പിരിപിരിപ്പ് കൂടും. അപ്പോൾ പേരൻസ് അത് സാധാരണ ഒരു മിസ്ചിഫ് മാത്രമാണ്, ആ ഒരു കുട്ടികളുടെ ഈ പ്രായത്തിലെ നോട്ടിനെസ് മാത്രമാണ് എന്നൊരു ഇതിലങ്ങോട്ട് പോവും. പക്ഷെ അവർക്ക് മനസ്സിലാവാത്ത ചിലപ്പോൾ ഇതെല്ലാം ഒരു എഡനോയിഡ്സ് കൊണ്ടായിരിക്കാം. അതൊരു കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതെല്ലാം മാറും എന്നുള്ളത്. കാരണം കോമൺലി നമ്മൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കുട്ടികൾ ബ്രീത് ചെയ്യാൻ ഡിഫിക്കൽട്ടി കാണിക്കുമ്പോൾ വായ തുറന്ന് കിടക്കുന്നതാണല്ലോ കൂടുതലും കാണുക. അല്ലാതെ ഇപ്പം ഡോക്ടർ പറഞ്ഞ സിംറ്റംസും ഇതിന്റെ ഒരു ഭാഗമാണ് എന്നുള്ളതാണ് നമ്മൾ ഡെഫിനറ്റ്ലി. ആൻഡ് അതിന് പുറമെ എന്താ വെച്ചാൽ ഈ വായ തുറന്ന് വെക്കുമ്പോഴത്തേക്കും ഈ ഒരു മൂക്കിൽ നമുക്ക് കുറച്ച് ഫിൽറ്റേഴ്സ് ഉണ്ട് നമ്മൾ. അപ്പോൾ എന്തെങ്കിലും വൈറസ് ഒക്കെ കയറുകയാണെങ്കിൽ ഇത് പിടിക്കും. പക്ഷെ വായ തുറന്ന് വെക്കുമ്പോൾ ആ ഫിൽറ്റർ ഇല്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വരും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പനി വരും. ആൻഡ് അത് കാരണം ആപ്പിറ്റൈറ്റ് കുറയും, ഗ്രോത്ത് സ്റ്റണ്ടഡ് ആവും, ചിലപ്പോൾ ബിഹേവിയറേ മാറും, വാശി കൂടും, എല്ലാത്തിനും ദേഷ്യം പിടിക്കും, ഇതെല്ലാം വരും.
ഓ! അപ്പൊ നമ്മള് ഇപ്പം നോർമലായിട്ട് കിടന്നു സ്നോർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വായ തുറന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് നമുക്കൊരു ഇഎൻടിനെ നമുക്ക് അപ്രോച്ച് കാണും. ചെയ്യാം. ഇനി ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നിരന്തരമായിട്ട് നമ്മുടെ കുട്ടി കമന്ന് തന്നെ കിടക്കുന്നു, ഇല്ലെങ്കിൽ ചില കുട്ടികൾ അറിയാലോ ഫുൾ റൊട്ടേറ്റ് റൊട്ടേറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടേയിരിക്കും. ഉം. അങ്ങനെ അവര് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഒരു അവരുടെ ഒരു ശൈലിയല്ല. അല്ല. മേ ബി ഇതിന്റെ ഒരു ഇങ്ങനത്തെ സ്ലീപ്പ് ഒരു ഡിസ്റ്റർബൻസ് ആണ്. ഓക്കെ. അപ്പൊ അപ്പൊ ആ അങ്ങനെ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് എന്താണെന്ന് എന്തുകൊണ്ടാണെന്നുള്ളത് ചെക്ക് നമ്മളൊരു ചെയ്യണം. ഇഎൻടിയുടെ അടുത്ത് കൊണ്ടുവരണം കൊണ്ടുപോയി അല്ലേ? കാണിക്കണം. അത് ഇങ്ങനത്തെ ഈ ഒരു ബെഡിൽ ചെല്ലുമ്പം അല്ലാതെ ആ കുട്ടികളുടെ വേറൊരു ബ്രീതിങ് ഡിഫിക്കൽട്ടിയോ നമുക്കല്ലാതെ മനസ്സിലാവാൻ ഒന്നും ഉണ്ടാവില്ല. ഇല്ല, ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വരുന്നുണ്ട്, ചുമ വരുന്നുണ്ട്, ഓക്കെ. മൂക്കടപ്പ് വരുന്നുണ്ട്. ആ. അല്ലെങ്കിൽ സ്കൂളിൽ ടീച്ചേഴ്സ് പറയും. ചിലപ്പോൾ വേറെ ഒന്നും ഉണ്ടാവില്ല. ഇടയ്ക്കിടയ്ക്ക് ചെവി കേൾവിനെ ബാധിക്കും. ഓ! അപ്പം വിളിക്കുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. പേരൻസ് എന്ത് വിചാരിക്കും? അത് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണെന്ന്. അല്ലെങ്കിൽ ആബ്സെന്റ് മൈൻഡഡ് ആ ആയതുകൊണ്ടാവാം. അല്ലെങ്കിൽ ടിവി വോളിയം കൂട്ടാൻ പറയും. അതും ഇതുകൊണ്ടാണ് ചിലപ്പോൾ ഹിയറിംഗ്, കാരണം കുട്ടികൾ ചെറുതാണ്. അവർക്ക് എനിക്ക് കേൾക്കുന്നില്ല എന്ന് പറയാൻ അറിയില്ല. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസും ഈ അഡനോയിഡ്സ് ഉണ്ടാകുമ്പോൾ വരാം. എസ്പെഷ്യലി ഇനിയിപ്പോൾ മഴക്കാലം വരുമ്പോൾ, കാരണം മൂക്ക് അടഞ്ഞോണ്ടിരിക്കും. ഉം. അപ്പോൾ അത് ചെവീനെയും കൂടി ബാധിക്കും. അപ്പോഴാണ് ആ ഹിയറിങ്ങിനെ ബാധിക്കുന്നത്. എത്രയോ പേരൻസിന് അത് ഈ പ്രോബ്ലം വന്നിട്ട് അവർ മനസ്സിലാക്കുന്നില്ല. കാരണം ടി വി ഓൺ ആക്കുമ്പോൾ ഞങ്ങൾ സ്പെസിഫിക് ആയി ചോദിക്കണം. ഉം. ടി വി അല്ലെ കേൾക്കുമ്പോൾ വോളിയം കൂട്ടാൻ പറയുന്നുണ്ടോ? അല്ലെങ്കിൽ വിളിക്കുമ്പോൾ ഉം. ചോദിക്കുന്നുണ്ടോ? ചിലപ്പോൾ ടീച്ചേഴ്സ് പോയിന്റ് ഔട്ട് ഇട്ടത് പറയും. ഓക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള ഇതിനുള്ള ഒരു റെമഡി അല്ലെങ്കിൽ സൊല്യൂഷൻ എന്ന് പറയണത് എന്താ? ഇതൊക്കെ ഒരു ടാബ്ലറ്റിലൂടെ മാറ്റാൻ പറ്റുന്നതാണോ? ടാബ്ലറ്റ് അല്ല, നമുക്ക് നമ്മൾ ഒരു എക്സ്റേയോ അല്ലെങ്കിൽ ഒരു സ്കോപ്പ് ഇട്ട് നോക്കും ആ. എഡ്നോയിഡ്സ് കൂടി ഉണ്ടോ, ജസ്റ്റ് അലർജി ആണോ. ആ. എഡ്നോയിഡ്സ് ഉണ്ടെങ്കിലും ചെറിയ എഡ്നോയിഡ്സ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു സ്പ്രേ അടിച്ചാൽ തന്നെ, ഈ സ്പ്രേ അടിക്കുമ്പോൾ തന്നെ അത് കുറയും. കുറയും. ഓക്കെ. വലിയ എഡ്നോയിഡ്സ് ആണെങ്കിലും ഞങ്ങളൊരു ട്രയൽ കൊടുക്കും. ഉം. പക്ഷെ ചിലപ്പോൾ, ഇപ്പൊ എനിക്ക് റീസെന്റ് ഒരു കുട്ടി ഉണ്ടായി, ഉം. ഇപ്പൊ അടുത്ത് സർജറി ചെയ്തു. ഒരു 2-3 കൊല്ലം മുമ്പ് എന്നെ കാണിച്ചതാ. അപ്പൊ ഞാൻ പറഞ്ഞു എഡ്നോയിഡ്സ് ഉണ്ട്, ഉം. എന്തെങ്കിലും ചെയ്യണം. പേരൻസിന് സർജറി എന്ന് കേൾക്കുമ്പോൾ ആ ഒരു ടെൻഷനും ഉണ്ടാവും. ഉം. ജനറൽ അനസ്തീഷ്യയിലെ കുട്ടിക്ക് അയ്യോ ഡോക്ടറെ, അനസ്തീഷ്യക്കാണ് ആക്ച്വലി, അനസ്തീഷ്യ സേഫ്. പക്ഷെ ഉം. ആ ഒരു ഇത് അപ്പോൾ ചെയ്തില്ല. കുറച്ച് കഴിഞ്ഞ് ഇപ്പം നോക്കുമ്പോൾ എന്ത് പറ്റി, ഈ മൗത്ത് ബ്രീതിങ് വെച്ച് കഴിയുമ്പോഴത്തേക്കും പല്ല് പൊന്താൻ തുടങ്ങും. ഉം. അപ്പം മുഖത്തിന്റെ ഷേപ്പ് മാറും. ഉം. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം വന്നിട്ട് പിന്നെ ട്രീറ്റ്മെന്റ് എടുക്കണം. അപ്പോൾ സർജറി ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ സർജറി ചെയ്താൽ മാത്രം പോരാ, ഈ ഡെന്റിസ്റ്റ് കണ്ട് അതും അതും ക്ലിയർ ചെയ്യണം. ചെയ്യണം. ഓക്കെ. അപ്പൊ അപ്പോൾ രണ്ട് പതിരിയുണ്ട്. കാരണം ആ ഒരു പേടി, അതെ. സർജറി വേണല്ലോ, അത് ഉം. വേണ്ടാണ്ട് എങ്ങനെയെങ്കിലും മാറ്റിക്കൂടെ ചോദിക്കുമ്പോഴത്തേക്കും പിന്നെ ഇതിങ്ങനെ വരുമ്പോഴാണ് പിന്നെ അവർ വരുന്നത്. സോ ദാറ്റ് എഫക്ട്സ് എ ചൈൽഡ് ശരിക്കും. അപ്പൊ ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം കാണുമ്പോൾ ഫസ്റ്റിലേ തന്നെ അതൊക്കെ അത് ക്ലിയർ ചെയ്യണം. ക്ലിയർ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. യെസ്. അതേപോലെ തന്നെയാണ് ടോൺസിലൈറ്റിസും വരുമ്പോഴും യെസ്. അല്ലേ? അതിലും ടോൺസിലൈറ്റിസ് വരും. വരുമ്പോഴും കുറേ പേർക്ക് സർജറി പറയും. പക്ഷെ അതിന്റെ കൂടെ തന്നെ ആയുർവേദത്തിൽ കുറേ അതിനൊരു സൊല്യൂഷൻ പറയുന്നുണ്ട്. കറക്റ്റ്. അത് എത്രത്തോളം അത് സക്സസ്ഫുൾ ആയിട്ട് നിൽക്കാൻ പറ്റും ഡോക്ടർ? ഒരു ടെമ്പററി റിലീഫ് ആണോ നമുക്ക് തരിക? ആക്ച്വലി എനിക്ക് ആയുർവേദിക് ഡോക്ടേഴ്സും അവരുടെ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്. ടോൺസിൽസ് അത് ട്രീറ്റ്മെന്റ് ആണല്ലേ? കഴിഞ്ഞിട്ടും സർജറി ചിലപ്പോൾ വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് വേണ്ടി വരുന്നുണ്ട്. കാരണം ആയുർവേദത്തിൽ ട്രീറ്റ്മെന്റ് ഐ ഡോണ്ട് നോ, ചിലർ പറയുന്നുണ്ട് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ ഉം. വേറെ ചിലർക്ക് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും ക്ലിയർ ചെയ്യാണ്ട് ശരിയായിട്ടില്ല. ശരിയായിട്ടില്ല. ഉം. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമതും തിരിച്ചു വരും. ഓ. അത് ബാക്കി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ. സോ ആയുർവേദം നമുക്ക് 100% ക്ലിയർ ആണെന്ന് ഒരിക്കലും പറയാൻ പറയാൻ പറ്റില്ല. പറ്റില്ല. അപ്പൊ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കേസസ് വരുമ്പം സർജറി പറയുമ്പം എല്ലാവർക്കും അത് ഈ സർജറിയൊക്കെ വളരെ ഏഹ്, എന്താ പറയാ പേടിക്കുകയും വേണ്ടാത്ത അല്ല, എഡ്രോയിഡ് സർജറിയാണ്. തീരെ പേടിക്കണ്ട. കാരണം പേടിക്കണ്ട. വേദന എ ഉണ്ടാവില്ല, അതെ. ബ്ലീഡിങ് ഉണ്ടാവില്ല, ഹാ. ഒരു മാർക്ക് ഉണ്ടാവില്ല, കുട്ടിക്ക് ബെഡ് റെസ്റ്റ് വേണ്ട, ഉം. ഭക്ഷണത്തിൽ ചേഞ്ചസ് ഒന്നും വരുത്തണ്ട. ആക്ച്വലി എനിക്ക് കുട്ടികൾ സർജറി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് UK-ക്കൊക്കെ ഫ്ലൈ ചെയ്ത് പോകാറുണ്ട്. ഉം. സോ ഇറ്റ് ഈസ് ക്വൈറ്റ് ഓക്കെ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. കുട്ടികൾ സ്കൂളിലേക്ക് പോവുകയാണെങ്കിലും ഒരു 2-3 ദിവസം കഴിഞ്ഞ് സ്കൂളിലേക്ക് പോവാം. ഓക്കെ. അപ്പം ദാറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ എ പ്രോബ്ലം. പ്രോബ്ലം. പക്ഷെ ഈ വാക്ക് കേൾക്കുമ്പം സ്റ്റിൽ നമ്മുടെ ഇടയിൽ പേരന്റ്സിന് സർജറി എന്ന് കേൾക്കുമ്പോൾ സർജറി അയ്യോ വേണ്ട. കേൾക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒരു സെക്കൻഡ് സെക്കൻഡ് ഒപ്പീനിയൻ ഒപ്പീനിയൻ, എടുത്തിട്ട് പോവാം. സെക്കൻഡ്, തേർഡ്, തേർഡ്, ഫോർത്ത് ഒക്കെ ഫോർത്തും ഒക്കെ ഒക്കെ. എടുക്കും. എന്നിട്ട് അതങ്ങ് ആ ഡേയ്സ് ഇങ്ങനെ പ്രൊലോങ് ചെയ്തോണ്ട് ഇങ്ങനെ അങ്ങ് പോകും ഒപ്പീനിയൻ എടുത്തോണ്ടിരിക്കുമ്പം. ആക്ച്വലി അപ്പോഴാണ് ശരിക്കും എന്താ വെച്ചാൽ അപ്പോൾ സ്റ്റഡീസിനെ ബാധിക്കും. ഈ ഉം. ഓക്സിജൻ സപ്ലൈ കുറയുമ്പോൾ ഈ പ്രായത്തിൽ നമ്മൾ ഓക്സിജൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. കാരണം കുട്ടികൾക്ക് ബ്രെയിൻ ഡെവലപ്മെന്റ് ചെറുപ്പത്തിലാണല്ലോ ഉണ്ടാവുന്നത്. അതെ. അപ്പം അതിന് ഓക്സിജൻ വേണം.
ഉം. അപ്പൊ ഈ adenoids മൂക്കിന്റെ അവിടെ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്യും. ഉം. അപ്പൊ ശ്വാസം എടുക്കുമ്പോൾ ആ ഓക്സിജൻ സപ്ലൈ കയറുന്നില്ല. സോ ദാറ്റ് എഫക്ട്സ് ദ ബ്രെയിൻ. ഓ. അപ്പൊ ബിഹേവിയർ ചേഞ്ചസ്, പഠിത്തത്തിലുള്ള ഇൻട്രസ്റ്റ് മാറുക, എല്ലാം ഗ്രോത്ത് സ്റ്റണ്ടഡ് ആവുക. ഇതെല്ലാം ഇതുകൊണ്ടാണ് എന്നുള്ളത് ഉം. റിലേറ്റ് ചെയ്യുന്നില്ല. ഇല്ല. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോഴെന്നല്ല ഉള്ള ഒരു പ്രോബ്ലമാണ് സ്നോറിങ്. അത് ചിലത് കുട്ടികളിൽ നമുക്ക് കുട്ടികളിലേ മുതലേ കാണാൻ പറ്റും. കാണാൻ പറ്റും. ചിലത് നമുക്ക് കുട്ടികളിൽ അതുണ്ടാവില്ല. അവര് വലിയ അഡൽട്ട് ആയി കഴിയുമ്പോഴായിരിക്കും അവരിൽ സ്നോറിങ് വരുന്നുണ്ടാവുക. Correct. അത് എന്തുകൊണ്ടായിരിക്കും? ആ ഒരു രണ്ട് മാതിരി വരാം. ഇപ്പൊ ഒരു ചൈൽഡ് ഇങ്ങനെ സ്നോർ ചെയ്തിട്ട് ഹ. ആ ഒരു ബോണിന്റെ ഷേപ്പും ഒക്കെ, കാരണം നമ്മുടെ അണ്ണാക്കിന്റെ ഷേപ്പും താടി, ഈ സ്നോർ ചെയ്യുന്ന ഒരു കുട്ടി ശ്രദ്ധിച്ചു നോക്കിയാല് താടി ഡെവലപ്പ് ചെയ്യില്ല. ഓ. കാരണം താടി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നാവ് നമ്മുടെ ഈ പല്ലുമായിട്ട് കോണ്ടാക്ട് വേണം. ഓൾ സ്മോൾ പോയിന്റ്സ്. അത് ചിലപ്പോൾ ഉണ്ടാവില്ല. കാരണം സ്നോർ ചെയ്യുമ്പോഴത്തേക്കും ചെറിയ കുട്ടികൾക്ക് ഉം. ഈ നേരെ ടങ് കോണ്ടാക്ട് ഇല്ലാണ്ട് ഉം. അണ്ണാക്കിന്റെ മുകളിലും ഇവിടെയും പല്ലിന്റെ മുകളിലും ലോവർ ടീത്തിന്റെ മുകളിലും കോണ്ടാക്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് ജോ ഡെവലപ്പ് ചെയ്യില്ല. ഓ. അത് വലിയ കഷ്ടമാണ്. അപ്പോൾ ആ ഒരു മുഖത്തിന്റെ ഷേപ്പ് മാറും. അപ്പോൾ ഒരു അഡൾട്ട് ആകുമ്പോഴത്തേക്കും ആ താടിയുടെ ഷേപ്പ് കുറഞ്ഞ് ഇതാക്കി വരുമ്പോഴത്തേക്കും വലുതാകുമ്പോൾ എന്ത് പറ്റും? ആ ടങ് ഉറങ്ങുമ്പോൾ ഫോൾ ബാക്ക് ചെയ്യും, എന്നിട്ട് സ്നോർ ചെയ്യും. സോ അങ്ങനെയാണ് ആ ഒരു ചൈൽഡ് ഒരു സ്നോറർ അഡൾട്ട് സ്നോറർ ആവുന്നത്. അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിൽ തീരെ സ്നോറിങ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ, ഉം. പക്ഷെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്, കുറെ കൂടി സെഡൻറ്ററി ആണ്. നമ്മൾ IT ഫീൽഡിലുള്ള ആൾക്കാരൊക്കെ അധികം എക്സസൈസ് ഒന്നും ഉണ്ടാവില്ല. ഉം. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും വെയിറ്റ് കൂടും. ഉം. അപ്പം വെയിറ്റ് നോട്ട് ജസ്റ്റ് ഇൻ ദ ട്രങ്ക്, വെയിറ്റ് നമ്മുടെ ഈ കഴുത്തിലും വരും. ഉം. അപ്പം ഷർട്ടിന്റെ സൈസ് കൂടും. ഉം. പക്ഷെ അതേമാതിരി അത് കഴുത്തിനും സർക്കംഫറൻസ് കൂടുന്നുണ്ട്. അത് ഫാറ്റ് ഡെപ്പോസിഷൻ കൊണ്ടാണ് എന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. ആ ഫാറ്റ് കഴുത്തിൽ വരുമ്പോഴത്തേക്കും എയർവേ ചെറുതാവുക. അപ്പം നമ്മൾ ഉറങ്ങുമ്പോഴത്തേക്കും ആ മസിൽസ് എല്ലാം നല്ലോണം റിലാക്സ് ചെയ്യുമ്പോൾ ഉം. ആ എയർവേ പാസേജ് തീരെ കുറയുമ്പോൾ ആ എയർവേ അങ്ങോട്ട് അടയും. ഉം. അങ്ങനെയാണ് സ്നോറിങ് തുടങ്ങുന്നത്. പക്ഷേ അതിപ്പം വണ്ണം ഇതുപോലെ വണ്ണം വെച്ചിട്ടല്ലാതെ മെലിഞ്ഞിരിക്കുന്നവരിലും ഉണ്ടല്ലോ വെരി സ്നോറിങ് ട്രൂ, ഇഷ്യൂ. വെരി ട്രൂ. അപ്പൊ അതിന്റെ കാരണം എന്തായിരിക്കാം? അതിൻ്റെത് ഈ രണ്ട് കാര്യം. ഒന്നെങ്കിൽ ചിലപ്പോൾ ഈ എഡനോയിഡ്സോ ടോൺസിൽസോ അല്ലെങ്കിൽ മൂക്കിന്റെ പാലത്തിന്റെ വളവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. ഓക്കെ. പ്ലസ് ഈ ചെറുപ്പത്തിൽ സ്നോറിങ് കുറച്ചുണ്ടായിരുന്നെങ്കിൽ വലുതാവുമ്പോഴത്തേക്കും ആ ഒരു ഷേപ്പ് മാറിയിട്ടുണ്ടാവും ഉള്ളിൽ. ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് വരും. സോ സ്നോറിങ് ഒരിക്കലും നമുക്ക് ഒബീസ്, മോസ്റ്റ്ലി ഒബീസ് ആയിരിക്കാം, പക്ഷെ അല്ലാത്ത കേസസും ഉണ്ട്. കേസസും ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. അപ്പം ഈ ഒരു അഡൽട്ട് ആയി കഴിഞ്ഞ് വരുന്ന, അതായത് ഇത്രയും ഇയേഴ്സിന്റെ ഇരുന്ന് കഴിഞ്ഞിട്ട് വരുന്ന ഇതാണെങ്കിൽ പോലും ഒരു അഡൽട്ട് ആയി കഴിഞ്ഞപ്പോഴാണ് ഇത് ബുദ്ധിമുട്ട് വല്ലാണ്ട് വരുന്നത്. അപ്പോഴാണല്ലോ കുറച്ചും കൂടെ ഒരു ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും കൂടെ. ഇപ്പം ഹസ്ബൻഡിനാണ് സ്നോറിങ് എങ്കിൽ വൈഫ്, അല്ലെങ്കിൽ വൈഫിനും സ്നോറിങ് ഉണ്ടെങ്കിൽ വെരി ട്രൂ. ആ ഒരു ടീസ് ചെയ്യുന്ന ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ വരുമ്പോഴാണ് പലർക്കും ഇതൊരു ഒരു ഇഷ്യൂ ആയിട്ട് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും. ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ഇതൊന്നും ഒരിക്കലും പ്രോബ്ലം ആയിരുന്നിരിക്കില്ല. അപ്പം ഫ്രണ്ട്സിന്റെ കൂടെ ഷെയറിങ്ങിലോ, അതാ ട്രിപ്പിന് പറഞ്ഞത്, പോകുമ്പോ ട്രിപ്പിന് പോകുമ്പോൾ ഷെയറിങ്ങിലേക്കൊക്കെ നിൽക്കുമ്പോഴൊക്കെയാണ് ഇത് എത്രത്തോളം മറ്റുള്ളവരെ കളിയാക്കുമ്പോഴൊക്കെയാണ് ഇതിന്റെ ഡെപ്ത് മനസ്സിലാവുന്നുണ്ടാവുക. അങ്ങനെയുള്ളപ്പം ഇതിന്റെ ഒരു റെമഡി എന്ന് പറയുന്നത് എന്താ സ്നോറിങ്ങിന്? സ്നോറിങ് ആക്ച്വലി സൗണ്ട് ആണ് ബാക്കിയുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത്. അതെ. പക്ഷെ ആക്ച്വലി സൗണ്ട് മാത്രമല്ല. കാരണം ഈ സ്നോർ ചെയ്യുമ്പോൾ ആ. അതിന്റെ അർത്ഥം എയർവേ ബ്ലോക്ക്ഡാ. എയർവേ ഓക്കെ. എവിടേക്കോ ബ്ലോക്ക്ഡ് ആയതുകൊണ്ടാണ് ആ വൈബ്രേഷൻ വരുന്നത്. ആ. ആ ഒരു വൈബ്രേഷൻ കൊണ്ടാണ് ഈ സൗണ്ട് വരുന്നത്. ഉം. പക്ഷെ എയർവേ ബ്ലോക്ക്ഡ് ആകുമ്പോൾ അത് നാച്ചുറലി നമ്മുടെ ബോഡിയിലേക്കുള്ള ഓക്സിജൻ ലെവലാണ് കുറയുന്നത്. അത് കുറയുമ്പോഴാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബാക്കി ഹാർട്ടിനെ ബാധിക്കാം, ഡയബറ്റിസ് വരാം, BP വരാം. അപ്പോൾ BP-ക്ക് ചിലപ്പോൾ ഒരു മെഡിസിൻ കഴിഞ്ഞ് കൺട്രോൾ ആവുന്നില്ല, രണ്ടാമതൊരു ടാബ്ലറ്റ് കഴിക്കണം, ഇതെല്ലാം കഴിക്കുന്നുണ്ടാവും. പക്ഷെ ഇത് ഈ സ്നോറിങ് കൊണ്ടാണ് എന്നുള്ളത് അറിയുന്നുണ്ടാവില്ല. ഓഹോ. സ്നോറിങ് കാരണം ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വരെ നമുക്ക് വരാം. ഡെഫിനറ്റ്ലി അങ്ങനെ ഹാർട്ടിനെയും നമുക്ക് ഹാർട്ടിനെ വരെ ബാധിക്കാം. ബാധിക്കും. ഹാർട്ട് അറ്റാക്ക് വരാം, ഹാർട്ടിന്റെ റേറ്റ് മാറ്റാം. അപ്പൊ ഇതെല്ലാം ഓക്കെ. ഇതുകൊണ്ടാണ് എന്നുള്ളത് അറിയില്ല. ആൻഡ് മോർ ഇമ്പോർട്ടൻറ്റ്, ഡ്രൈവ് ചെയ്യുമ്പോൾ ഉം. നമുക്കറിയാണ്ട് ഒരു ഫ്യൂ സെക്കൻഡ്സ് കണ്ണടഞ്ഞു പോകും. കാരണം രാത്രി ഉറക്കം ശരിയാവുന്നില്ല. ഉം. അപ്പൊ രാത്രി എത്ര ഉറങ്ങിക്കഴിഞ്ഞാലും രാവിലെ എണീക്കുമ്പോൾ ഫ്രഷ് ആയിരിക്കില്ല. ഉം. അപ്പൊ അവര് ഡ്രൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ ഒരു തൂങ്ങുക. മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ ആ. തൂങ്ങും. തൂങ്ങും.
അപ്പൊ ആ ഒരു ഫ്യൂ സെക്കൻഡ്സ് മതി. ഡ്രൈവേഴ്സ് എത്ര പേര് വരാറുണ്ട്. അവരാ ഒരു ഫ്യൂ സെക്കൻഡ്സ് ആക്സിഡൻറ്റ്സ് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രോബ്ലം ഉണ്ടാവും. സോ എസ്പെഷ്യലി ഡ്രൈവ് ചെയ്യുമ്പോൾ ഇത്രയും ആൾക്കാരെ അതെ. ലൈഫ്സ് അല്ലേ നോക്കുന്നത്. ഉം. അപ്പൊ അതൊക്കെ ഈ ഒരു സ്നോറിങ് കൊണ്ടാണെന്നുള്ളത് കുറച്ച് പേര് ഇപ്പം മനസ്സിലായിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ അതിനെന്താ ഡോക്ടർ നമുക്കൊരു സൊല്യൂഷൻ ഉള്ളത്? എഗെയിൻ മെഡിക്കേഷൻ ആണോ? അല്ല, ഇതിന് നമുക്ക് ആദ്യം ഒരു സ്ലീപ്പ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഉം. ഒന്ന് ചെക്ക് ചെയ്യാണ് ഉം. എത്രത്തോളം ഒരു ഡെപ്തിലേക്ക് സ്ലീപ്പ് ഡെപ്തിലേക്ക് പോവുണ്ട്. സ്ലീപ്പ് പോകുന്നുണ്ട്. എക്സാക്ട്ലി ഉം. ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നുണ്ടോ. ഉം. അപ്പൊ മോസ്റ്റ് ഓഫ് ദീസ് പേഷ്യൻസ് ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നുണ്ടാവില്ല. ഓക്കെ. ആൻഡ് ഓക്സിജൻ സപ്ലൈ എത്രത്തോളം കുറയുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ. കാരണം നോർമലി ഒരു 95 to 98% ഓക്സിജൻ വേണം. ഉം. പക്ഷേ ഈ സ്ലീപ്പ് ആപ്നിയ ഉള്ള ആൾക്കാർക്ക് ഓക്സിജൻ ലെവൽ 80, 85 ആ ഒരു ലെവലിലേക്കൊക്കെ കുറയും. ചിലപ്പോൾ 70 വരെയും പോവാം. സോ ഇത് ഓക്കെ. രാത്രി മുഴുവൻ ഇങ്ങനെ ഓക്സിജൻ ലെവൽ കുറഞ്ഞ് കുറേ വർഷങ്ങൾ ഇങ്ങനെ പോകുമ്പോഴാണ് ഇത് അത് ബാക്കി ഹാർട്ട് എല്ലാവരെയും ബാധിക്കുന്നത്. ബാധിക്കുന്നത്. സോ അത് ആദ്യം ചെക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉം. നമുക്ക് എല്ലാവരും ഇതാണ് ടാബ്ലറ്റ് ഉണ്ടോ എന്നുള്ളതാണ് ഉം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പക്ഷെ ടാബ്ലറ്റ് ഇല്ല. കാരണം നമുക്ക് വെയിറ്റ് കുറയ്ക്കാം. വെയിറ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കാം. ഉം. അല്ലാത്തവരാണെങ്കിലോ നമുക്ക് ആകെ ഒരു സർജിക്കൽ സൊല്യൂഷൻ അല്ലെങ്കിൽ സിപാപ്പ് മാസ്ക്. ഓ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? സിപാപ്പ് മാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എയർവേ അങ്ങോട്ട് ബ്ലോക്ക്ഡ് ആവുകയാണ്. ഓക്കെ. അപ്പോൾ ആ എയർവേ നമുക്ക് ഓപ്പൺ ചെയ്യണം രാത്രി. ഹാ. അപ്പോൾ സിപാപ്പ് മാസ്ക് നമ്മൾ രാത്രി ഒരു മാസ്ക് വെച്ച് അതൊരു മെഷീനിലേക്ക് കണക്ട് ചെയ്യും. ഓ. അപ്പോൾ ഈ മെഷീനിൽ കൂടെ എയർ ഹൈ പ്രഷറിൽ നമ്മുടെ ഈ മാസ്ക് കൂടെ താഴത്തേക്ക് ഇറങ്ങി വരും. ഓ, അപ്പൊ നമുക്ക് അപ്പോൾ ആ ഓക്സിജൻ ബ്ലോക്ക്ഡ് ആയ എയർവേ അങ്ങോട്ട് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്യും. ഉം. അപ്പോൾ ഓക്സിജൻ നോർമലായിട്ട് നമുക്ക് വരും. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആവും. അപ്പോൾ ആ ഓക്കെ. ടയർഡ്നെസ് കുറയും. ആ മെഷീൻ എന്ന് പറയുന്നത് ഹാൻഡി ആണോ? നമുക്കതോ ആ, കുറച്ചുകൂടി വലിയ മെഷീനാണ്. ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റില്ല? കുറച്ചുകൂടി ചെറുതുണ്ട്. ഓ. ദേ ഹാവ് ടു ടേക്ക് ഇറ്റ് വിത്ത് ദം. അതാണ് മെഷീൻ. 2 മണിക്കൂർ 3 മണിക്കൂർ വെച്ച് ഇനിയിപ്പം മതി, ഇനി ഞാൻ മാറ്റി വെച്ചിട്ട് ചിലർ അത് ചെയ്യും. 2-3 മണിക്കൂർ വെക്കും. ഓ, അത് കഴിഞ്ഞിട്ട് ഇനി ഉറക്കം ശരിയാവുന്നില്ല ഇല്ല. എന്ന് മാറ്റി വെക്കും. ഓ, അതുകൊണ്ട് യാതൊരു കാര്യമില്ല. കാര്യമില്ല. ത്രൂ ഔട്ട് ത്രൂ ഔട്ട് യുവർ ലൈഫ് അത് ലൈഫ്. യൂസ് ചെയ്യണം. ആൻഡ് ഓഫ് കോഴ്സ് വെയിറ്റ് കുറയ്ക്കണം. ഓക്കെ. ചിലർക്ക് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. ഉം. ആൻഡ് അവർക്ക് ഈ ഒരു മെഷീൻ വെച്ചിട്ട് ഡിസ്കംഫർട്ട് ഉണ്ട്. Yeah. രാത്രി എല്ലാ ദിവസവും മെഷീൻ വെച്ച് ഉറങ്ങാൻ ഒരു അതെ. ബുദ്ധിമുട്ടാണ്. അത് നമ്മുടെ ഉറക്കവും പൊസിഷനും എല്ലാം അത് ഒരു ഡിസ്കംഫർട്ട് ആണല്ലോ. ഡിസ്കംഫർട്ടാണ്. Yeah. അപ്പോൾ എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ്. ഹാ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവർക്ക് വേണ്ട, അവർക്ക് സർജിക്കൽ എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ദർ ഇസ് സർജറി. ഇപ്പോൾ സർജറി ആണെങ്കിലും നമുക്ക് എവിടേക്കാണ് ബ്ലോക്ക് എന്നുള്ളത് നോക്കണം. ഉം. അത് എവിടേക്കാന്ന് നോക്കിയിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഉം. ആ ബ്ലോക്ക്സ് ക്ലിയർ ചെയ്താൽ മതി. അതോടെ 100% റിസൾട്ട് കിട്ടുമോ? ഇപ്പോഴത്തെ മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ ഒന്നിനും 100% റിസൾട്ട് പറയില്ല. അറിയില്ല. സോ വി സേ റൗണ്ട് അബൌട്ട് 65 to 85% റിലീഫ് ഉണ്ടാവും. ഓക്കെ. പ്ലസ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ആൽക്കഹോൾ, സ്മോക്കിംഗ് ഇത് രണ്ടും ഉണ്ടെങ്കിൽ എയർവേ പിന്നെയും കൂടുതൽ അടയും. കാരണം അത് രണ്ടും ഉണ്ടാകുമ്പോൾ നീര് കൂടും നമ്മുടെ എയർവേയിൽ. അപ്പം അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ ഇപ്പം ഒരു സ്നോർ ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ സ്നോർ ചെയ്യാത്ത ഒരാൾ ആൽക്കഹോൾ നന്നായി കഴിക്കുന്ന ഒരു ദിവസമാണെങ്കിൽ ആ ദിവസം നല്ല സ്നോറിങ് ആയിരിക്കും. ദാറ്റ്സ് ബിക്കോസ് ആ എയർവേ കൂടുതൽ നീര് വന്നിട്ടുണ്ടാവും. അതേമാതിരി സ്മോക്കിംഗ്. അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും വേണം. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഡോക്ടറെ കണ്ട് സർജറി ചെയ്തു കഴിഞ്ഞു ട്രീറ്റ്മെൻറ്റ് ആൻഡ് പഴയ ലൈഫ് സ്റ്റൈൽ. നോ, ലൈഫ് സ്റ്റൈലും കൂടി ചേഞ്ച് ചെയ്യണം. ചിലർ ഭയങ്കര ഡെഡ് ടയേർഡ് ആയിട്ടുള്ള ദിവസങ്ങളിലും അവർ കിടന്നുറങ്ങുമ്പോൾ അന്ന് ചിലപ്പം ഭയങ്കരമായിട്ടും കൂർക്കുമ്പലേക്ക് നമുക്ക് കേൾക്കാൻ ഇറ്റ്സ് പറ്റും. വെരി നോർമൽ. കാരണം Okay. ഭയങ്കര ടയേർഡ് ആയിട്ടുണ്ടെങ്കിൽ ആ. കുഴപ്പമില്ല. പക്ഷെ ഒരാഴ്ചയിൽ ഹാ. ഒരു 3 പ്രാവശ്യം എങ്ങനെയെങ്കിലും സ്നോർ ചെയ്യുന്നുണ്ടെങ്കിൽ ഓ. ദെൻ യു മസ്റ്റ് ടേക്ക് ഇറ്റ് കെയർഫുള്ളി. കാരണം ഓ. സ്നോർ ചെയ്യുന്ന ആൾ നല്ല ഉറക്കത്തിന്റെ ലക്ഷണമല്ല കൂർക്കമ്പലി. പക്ഷെ അതാണ് നമ്മുടെ ഇവിടെ അതെ. ഒരു മിത്താണ്. ആ, ചില ആൾക്കാർ കിടന്ന് 5 മിനിറ്റില് കൂർക്കമില്ല. അപ്പൊ പറയും എന്ത് ഡീപ് സ്ലീപ്പാ, നല്ല ഭാഗ്യം, നല്ല ഉറക്കം അതെ, ഉറങ്ങണ്ട്. നല്ല ഉറക്കം ഉറങ്ങുന്നുണ്ട് എന്നൊരു ഫീലിംഗ് ആണ് അതെ. ആൾക്കാർക്ക്. പക്ഷെ ദാറ്റ്സ് നോട്ട് കറക്റ്റ്. കാരണം ആ ഒരു സ്നോറിങ്ങിന്റെ അർത്ഥം സ്ലീപ്പ് ഡീപ്പ് അല്ല. ഓ. അത് ആക്ച്വലി ഭയങ്കര ഡിസ്റ്റർബ് സ്ലീപ്പാണ്. അത് എവിടേക്കോ ഒരു എയർവേ ബ്ലോക്ക് ഉണ്ട്.
അതാണ് പ്രോബ്ലം. സോ ആ ഒരു ഇത് ക്ലിയർ ചെയ്യണം. അപ്പൊ അഡൾട്ട്സിനും അതേമാതിരി അവര് കമന്ന് കിടക്കും, അല്ലെങ്കിൽ ചെരിഞ്ഞ് കിടക്കും. കാരണം മലന്ന് കിടക്കുമ്പോഴത്തേക്കും ആ എയർവേ ബ്ലോക്ക് ആകുമ്പോൾ പലരും ചോക്ക് ചെയ്ത് എണീക്കും. ശ്വാസം കിട്ടാണ്ട് ചാടി എണീക്കും. അതും ഈ സ്നോറിങ് നിന്ന ആൾക്കാർക്ക് ഒരു ഇതാണ്. അപ്പൊ ആ ഒരു ചാടി എണീക്കുന്നത് ഈ ഒരു ഓക്സിജൻ സപ്ലൈ കുറഞ്ഞ് അസിഡിറ്റിയും കൂടുമ്പോഴാണ്. അപ്പോൾ മലന്ന് കിടക്കാൻ ആൾക്കാർക്ക് പേടിയാ ഈ സ്നോറേഴ്സിന്. അപ്പൊ എപ്പോഴും ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് ചെരിഞ്ഞ് കിടക്കും, കിടക്കും, അല്ല അല്ലെങ്കിൽ കമന്ന് കമന്ന് കിടക്കും. കിടക്കും. ഇതിനിടയിൽ ഞാൻ കേട്ടിരിക്കുന്ന വേറൊരു കാര്യം, ഇത്തരത്തിൽ സ്നോർ ചെയ്യുന്ന ആൾക്കാരെയാണെങ്കിൽ അവര് വല്ലാണ്ട് ഇങ്ങനെ കൂർക്കം വലിക്കുന്ന സമയത്ത് അവരൊന്ന് നമ്മള് ടാപ്പ് ചെയ്യോ ജസ്റ്റ് ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യോ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ അവരെ പെട്ടെന്ന് ആ ചിലവരുടെ ഭയങ്കര ശബ്ദത്തിലായിരിക്കുമല്ലോ, അതിൽ നിന്നും പെട്ടെന്ന് അത് മാറും, അതിന്റെ ആ ഒരു ഇമ്പാക്റ്റ് കുറയും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് ശരിയാ. കാരണം അതിപ്പോ എന്താ വെച്ചാല് എന്തുകൊണ്ടാ? അതെന്താ വെച്ചാൽ നമ്മൾ സ്നോർ ചെയ്യുമ്പോൾ ഹാ. ആ ഒരു എയർവേ ബ്ലോക്ക്ഡ് ആവുകയാണ്. ഉം. അപ്പോൾ ആ ഒരു ലെവലിൽ ഒരു ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് ഓക്സിജൻ ലെവൽ കുറഞ്ഞ് 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 വരുമ്പോഴത്തേക്കും ബ്ലോക്ക് കൂടി കൂടി വരികയാണ്. ഉം. അപ്പം നമ്മൾ തട്ടുമ്പോൾ ആ സ്റ്റീപ്പിൻ്റെ ഡെപ്ത് ഒന്ന് ഒന്ന് ഓൾട്ടർ ചെയ്യും. അപ്പം ബ്രെയിൻ കിക്സിൽ അപ്പോൾ ആ എവേക്ക് ആവും കുറച്ച് നേരത്തേക്ക്. അപ്പോൾ ആ കൊളാപ്സ് മാറും. നമ്മൾ എവേക്ക് ആകുമ്പോൾ ഒരിക്കലും കൊളാപ്സ് വരില്ലല്ലോ. ഓ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെയും പതുക്കെ ഉറങ്ങുമ്പോഴത്തേക്കും പിന്നെയും പിന്നെയും ഇങ്ങനെ ബ്ലോക്ക് വരും. ഇങ്ങനെ വരും, അത് വരും. അപ്പൊ ആക്ച്വലി ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ തട്ടണതും ഒന്ന് അത് ചെയ്യണം. എല്ലാവരും ചെയ്യും ആക്ച്വലി. അത് നല്ലതാണിപ്പോ. നല്ലതാണ്, കാരണം വൈഫ്സിന് അത് കാണുമ്പോൾ പേടിയാവും. ആ, അല്ലെങ്കിൽ വല്ലാണ്ട് ഇങ്ങനെ സ്പൗസസ് കിടന്ന്. ആരായാലും അതിങ്ങനെ ചോക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ശ്വാസം നിൽക്കും അവർക്ക്. അങ്ങനെ അങ്ങോട്ട് ഉം. സ്നോർ ചെയ്ത് ഉം. അങ്ങനെ ആ, അങ്ങോട്ട് അങ്ങനെയാ ചില. അപ്പൊ അങ്ങോട്ട് എയർവേ അങ്ങോട്ട് ബ്ലോക്ക്ഡ് ആയി പോകും. അപ്പൊ അത് കാണുമ്പോൾ ആൾക്കാർ പേടിക്കും. സോ ഉം. എന്നിട്ടാണ് ഉം. തട്ടുമ്പോഴത്തേക്കും പിന്നെ അത്, പക്ഷെ ആ കൂർക്കം വലിക്കുന്ന ആള് അറിയുന്നില്ല. ഇല്ല. അതാ ഒരു ഡെപ്ത് ഓഫ് സ്ലീപ്പിൽ ചെറിയൊരു ഓൾട്രേഷൻ വന്ന് കുറച്ചൊരു വേക്ക് ആവണു, പിന്നെയും ഇതാവണു. അപ്പൊ ആ ഒരു കൂർക്കം വലി മാറുന്നതാണ്. ഓക്കെ. അപ്പൊ അഡൽട്ടിനാണെങ്കിൽ ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ മാസ്കോ അല്ലെങ്കിൽ സർജറിയോ നമുക്ക് ചെയ്യാം. ചില കുട്ടികളിലും ഇത്തരത്തിലുള്ള കൂർക്കം വലി, സ്നോറിങ് ഇഷ്യൂ ഡെഫിനറ്റ്ലി. ഉണ്ടെങ്കിൽ കുട്ടികളിലും ഈ പറയുന്ന പോലെ ഈ 2 സൊല്യൂഷൻ തന്നെയാണോ ഉണ്ടാവുക? കുട്ടികളിൽ കൂടുതലും നമ്മൾ ഈ എഡനോയിഡ്സും ടോൺസിൽസിനും ആയിരിക്കും പ്രോബ്ലം. ഓക്കെ. അപ്പൊ അത് നമുക്ക് ഈ എഡനോയിഡ്സ് ആണെങ്കിലും ടോൺസിൽസ് ആണെങ്കിലും അത് ക്ലിയർ ചെയ്താൽ മോസ്റ്റ്ലി ക്ലിയർ ആവും. ഉം. പിന്നെ കുട്ടികൾക്ക് അപ്പോൾ ആ ഒരു സർജറി കഴിഞ്ഞ് കഴിഞ്ഞു പിന്നെ അല്ലെങ്കിൽ വല്ലാണ്ട് വണ്ണമുള്ള കുട്ടികൾ, ഉം. അല്ലെങ്കിൽ ലൈക്ക് കുറച്ചൊരു പ്രോബ്ലംസ് കുട്ടികൾ, ലൈക്ക് ഡൗൺ സിൻഡ്രോമും ഉം. അങ്ങനത്തെ ആൾക്കാർക്കാണെങ്കിൽ ഉം. ആ ഒരു അനാറ്റമിയിൽ കുറച്ചൊരു വ്യത്യാസം വരുമ്പോൾ ഓ. അപ്പോഴും ഒരു സ്നോറിങ് വരാം. ഓക്കെ. ഇത് രണ്ടുമാണ് കുട്ടികളിൽ കാരണങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ മോസ്റ്റ്ലി കുട്ടിയൊക്കെ അഡൾട്ട്സിൻ്റെ മാതിരിയല്ല. അപ്പോൾ യൂഷ്വലി ആ ഒരു മൂക്കിൻ്റെ അവിടെയുള്ള ബ്ലോക്കും ടോൺസിൽസിൻ്റെ ബ്ലോക്കും മാറിക്കഴിഞ്ഞാൽ തന്നെ കുട്ടികളത് മാറിക്കോളും. മാറും. ചില പാരന്റ്സ് കുട്ടികൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഒരു ചെറിയൊരു ഒരു ഒരു പാലം, എന്തോ ഒരു ചെറിയൊരു വളവേ ഉള്ളൂ. ഉം, അത് സാരമില്ലെന്നേ, വെക്കണ്ട, ഇപ്പോഴേ ഒന്നും ഇങ്ങനെ സർജറി ഒന്നും ചെയ്യേണ്ട, മോൻ വളരുന്ന രീതിയിൽ ഇത് നേരെ ആയിക്കോളും ഉം. എന്നും പറയുന്നവരുണ്ട്. ഉണ്ട്. അതെന്താ? നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്യണോ? മാറുമോ കുട്ടി വലുതാവുന്ന അനുസരിച്ചിട്ട്? ഇല്ല. കാരണം കുട്ടി അതാണ്, അതൊക്കെ ഓരോ മിത്സാണ്. ആ. കാരണം കുട്ടികളുടേത് അത് മാറിക്കോളും. ഇതൊന്നും ചെയ്യേണ്ട. സി ഈ മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവ് ആക്ച്വലി കുട്ടികൾക്കുണ്ടെങ്കിൽ അത് വലുതായി വരുമ്പോഴും വളവ് വേഴ്സ് ആവാ ഡെവലപ്പ് ചെയ്യുന്നതോറും അത് കൂടുകയുള്ളൂ. കൂടുള്ളൂ. ഒരിക്കലും നേരെ ആവില്ല. നേരെയാവില്ല, തനിയെ നേരെയാവില്ല. ആവില്ല. ഉം. ഓ. അപ്പൊ അതെന്തായാലും പിന്നെ പിന്നെ മൂക്കിലെ ഈ അലർജി കാരണം മൂക്കിലെ നോർമൽ ദശ വീർത്ത് വരും. അപ്പൊ അത് കാണുമ്പോൾ പോളിപ്സ് ആണോ എന്നൊരു പേടി വരും. ഉം. അപ്പൊ അത് ആക്ച്വലി പോളിപ്പ് ആയിരിക്കില്ല. ഉം. അത് നോർമലി അലർജി അത് കൺട്രോളിൽ വന്നു കഴിഞ്ഞാലും ഉം. അല്ലെങ്കിൽ ആ ചെറിയൊരു സർജറി ചെയ്താലും അതങ്ങോട്ട് ക്ലിയർ ചെയ്യാം. കുട്ടികളുടെ ആക്ച്വലി ഈസിയർ. ആൻഡ് ഓ. കുട്ടികളുടെ ഒരിക്കലും ആ ഒരു സ്നോറിങ് എങ്ങനെയെങ്കിലും നമ്മളത് സ്റ്റോപ്പ് ചെയ്യണം. കാരണം ആ ഒരു സ്നോർ ചെയ്യുന്ന കുട്ടിയാണ് പിന്നെ അഡൾട്ടിലേക്ക് പോകുമ്പോൾ പിന്നെയും. കൂർക്കം വലിച്ച് ഓ. പിന്നെ ബാക്കി ഹെൽത്ത് പ്രോബ്ലംസ് വരുന്നത്. ഓ. പക്ഷെ അത് പേരൻസ് കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് ആകുമ്പോഴേ അത് അറിയുന്നുള്ളൂ. കാരണം ഇങ്ങനത്തെ ഇഷ്യൂസും ഒക്കെ വരാം ഉം. അവർക്ക് എന്നുള്ളത്. കാരണം താടിയും ഇതെല്ലാം. ആ. അപ്പോൾ ആ ഒരു പ്രോബ്ലം വരുന്നത്. അപ്പൊ നമ്മൾ കുഞ്ഞിലെ തന്നെ ഈ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉം. എന്തായാലും അവർക്ക് പിന്നെ സ്നോറിങ് ഇഷ്യൂസ് ഒന്നും വരുന്നുണ്ടാവില്ല. അത് ഷുവറായിട്ടും.
അങ്ങനെ പറയാൻ പറ്റില്ല. അവര് തടി കൂടുവാണെങ്കിൽ പിന്നെയും വരാം. പിന്നെയും വരാം. ഓക്കെ. അപ്പൊ എത്രയാന്ന് പറഞ്ഞാലും നമ്മൾ വളരും തോറും നമ്മളെ ലൈഫ് സ്റ്റൈലും ലൈഫ് കുറച്ച് സ്റ്റൈല് കെയർഫുൾ ശ്രദ്ധിക്കണം. ആവണം. കാരണം ഇപ്പൊ കുറേയും കൂടി സെഡൻഡറി ആണ്. പിന്നെ അതെ, അതെ, ഈ ഫാസ്റ്റ് ഫുഡ് അതെ. അല്ലേ? ഉം, ആൾക്കാരൊക്കെ പുറത്തുനിന്നാണ് ഉം, മോസ്റ്റ്ലി കഴിക്കുന്നത്. ഉം. സോ അതെല്ലാം വരുമ്പത്തേക്കും ഈ പ്രോബ്ലം വരും. അപ്പൊ ഓക്കെ. ആ ഒരു പ്രോബ്ലം വരുമ്പത്തേക്കും പിന്നെയും ബിഎംഐ കൂടും. ഉം. ബിഎംഐ കൂടുമ്പത്തേക്കും വെയിറ്റ് പിന്നെയും വരാം. പ്രോബ്ലംസ് വരാം. അപ്പൊ ഇത്തരത്തിൽ കുട്ടിയായിരിക്കുമ്പോ തന്നെ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം നമ്മൾ ട്രിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ വ്യക്തി എന്തായാലും പിന്നീട് അങ്ങോട്ടുള്ള ലൈഫിൽ ഒന്ന് കെയർഫുൾ ആവുക കെയർഫുൾ തന്നെ ആവണം, വേണം. നല്ലതാണ്. അല്ലേ? ഓക്കെ. പിന്നെ മറ്റൊന്ന് ഡോക്ടർ, ഇന്നിപ്പോ നമ്മുടെ കുട്ടികളെല്ലാവരും, ഈ കുട്ടികളെന്നല്ല എല്ലാവരും ഫോൺ യൂസ് ചെയ്തു, കൂടുതലായിട്ട് യൂസ് ചെയ്തതിന് ശേഷം ഇപ്പൊ എല്ലാവരും ഇയർപോഡ്സ് ആയിട്ടും എയർപോഡ്സ് ആയിട്ടും പിന്നെ കാറിൽ കയറി അല്പത്തൊക്കെ ഭയങ്കര ഹൈ വോളിയം, വീട്ടിലും ഹൈ വോളിയത്തിൽ ടി വി കാണുന്നു. അങ്ങനെ ചെറിയ അത് കേൾക്കാൻ ഒരു സുഖം ഹൈ വോളിയത്തിൽ വരുമ്പോഴാണ് പാട്ടും ഇതും സിനിമയും ഒക്കെ ഡോൾബി എഫക്റ്റ്. ആക്ച്വലി ഇതൊക്കെ നമ്മള് തീരെ നന്നല്ല ഹിയറിംഗിന്. ഓക്കെ. ഇപ്പം നമ്മുടെ ഈയിടെ റിലീസ് ചെയ്തൊരു മൂവിയിൽ തന്നെ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടല്ലോ ഡോക്ടർ. ഡീറ്റെയിൽ ആയിട്ടൊന്നല്ല, ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യുന്ന ആൾക്കാര് ആ. അത് എന്തോ ഒരു കുറവാണ്. അത് അയ്യോ അവന്റെ ചെവിയിൽ അതുണ്ടോ? അപ്പൊ അത് കേൾവിക്ക് എന്തോ പ്രശ്നമാണ് എന്നുള്ളപ്പം അതെന്തോ ഒരു വലിയ കുറവായിട്ട് നമ്മൾ കാണുന്നു. ആ സിനിമയിൽ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. എന്നാൽ കണ്ണട വെക്കുന്നവർ നമ്മുടെ സമൂഹത്തിൽ എത്രയോ പേരാണ്. അപ്പം സെയിം നമ്മുടെ ഐക്കൊരു കുറവ് വരുമ്പോഴാണ് എക്സാക്ട്ലി. നമ്മൾ കണ്ണട യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഇടയിൽ വളരെ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇന്നിപ്പോൾ ഒരാൾ കണ്ണട സ്പെക്സ് യൂസ് ചെയ്താൽ നമുക്ക് പ്രോബ്ലം ഇല്ല. പക്ഷെ ഹിയറിംഗ് എയ്ഡ് ഒരാൾ വെക്കുമ്പോഴത്തേക്കും അയ്യോ അവൻ എന്തോ കുറവാണ് എന്നുള്ളൊരു അവന് മാത്രല്ല, ഉപയോഗിക്കുന്ന പേഷ്യൻസ്, എത്ര പേഷ്യൻസ് എൻ്റെ അടുത്ത് വരും, ഹിയറിംഗ് എയ്ഡ് ചിലപ്പോൾ വേണ്ടി വരും. ഉം. പക്ഷെ അവർക്ക് തന്നെ ആ ഒരു ആ എന്തോ നാണക്കേട്, നാണക്കേട്. നാണക്കേട്, ചമ്മല് അപ്പൊ എന്തോ. അപ്പൊ അവർക്ക് വേണ്ട എന്ന് ആ. പറയും. സോ അത് പ്രോബ്ലം എന്താ വെച്ചാൽ അങ്ങനെ വരുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവർക്ക് കേൾക്കുന്നില്ല. ഉം. ആൾക്കാർ സംസാരിക്കുന്നത് എന്താന്ന് കേൾക്കില്ല. സോ ശബ്ദം കേൾക്കും, വേർഡ്സ് ക്ലിയർ ആവുന്നില്ല. ഇപ്പൊ ടിവിയിൽ ഇപ്പം എല്ലാവരും കുറച്ചും കൂടി പ്രായമാകുമ്പോൾ ടി വി പ്രോഗ്രാം സീരിയൽസ് കാണും. ഹാ. അത് ക്ലിയർ ആവില്ല. ഇപ്പം അതിൻ്റെ കൂടെ വേറെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ആവില്ല. ഒരു ഗ്രൂപ്പ് ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ ക്ലിയർ ആവില്ല. ഹാ. സോ സോഷ്യൽ ഔട്ട്കാസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ അവർക്ക് കുറച്ചൊരു ഡിപ്രഷൻ വരാം. കാരണം അവർക്ക് കമ്മ്യൂണിക്കേഷൻ പറ്റുന്നുണ്ടാവില്ല. ഉം. ഒന്നിച്ചിരിക്കുമ്പോൾ വൺ ടു വൺ യെസ്, ആ. ഇപ്പം നമ്മൾ സംസാരിക്കുന്ന മാതിരിയാണെങ്കിൽ അവർക്ക് സംസാരിക്കാൻ പറ്റും. ഒരു ഗ്രൂപ്പായി ഗ്രൂപ്പിലിരിക്കുകയാണ്. സംസാരിക്കുകയാണെങ്കിൽ അപ്പോൾ ആക്ച്വലി അത് ശരിക്ക് ലൈക്ക് യു സെഡ് സോ കറക്റ്റ്ലി ആ ഒരു ക്ലാസ്സസ് യൂസ് ചെയ്യുന്ന മാതിരി തന്നെ ഉള്ളൂ. പക്ഷെ ആ ഹിയറിംഗ് എയ്ഡ് വേണ്ട ആൾക്കാർക്ക് അപ്പം ഞാൻ പറയും യൂസ് ചെയ്യാൻ വില്ലിങ് അല്ലെങ്കിൽ വാങ്ങണ്ട. കാരണം വെറുതെ വാങ്ങിയിട്ട് അവർ വെക്കാന്ന് ഇരുന്നതിൽ കാര്യമില്ല. ഉം. പക്ഷെ ഇറ്റ് ഈസ് സോ മച്ച് ബെറ്റർ. അതാ ഞാൻ അവരോടും പറയും. കാരണം ആ ഒരു കോൺവെർസേഷനിലൊക്കെ പങ്കെടുക്കണമെങ്കിൽ ഉം. ചിലപ്പോൾ ഹിയറിംഗ് എയ്ഡ് ഇല്ലെങ്കിൽ മാറി മാറി ഇരിക്കേണ്ടി വരുന്നുണ്ട്. ഉം. സോ ദാറ്റ് ഈസ് എ പ്രോബ്ലം. അത് നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്. അത് മാറണം. ഇപ്പൊ പല ടൈപ്പ് വരുന്നുണ്ട്. വളരെ ഉം. കുഞ്ഞായിട്ടുള്ളത്, ഉം. ചെവിയുടെ ഉള്ളിലേക്ക് മാത്രം വെക്കുന്നത്. ഉം. അപ്പോൾ അങ്ങനത്തെ ടൈപ്പും ഉണ്ട്. ഉം. പുറത്ത് കാണാത്തത്. സോ പല ടൈപ്പ് ഇപ്പൊ ഹിയറിങ്സ് വരുന്നുണ്ട്. കണ്ണടയുടെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. ഓക്കെ. അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മുടെ ഒരിക്കൽ നമ്മുടെ ചെവിയുടെ ഒരു കേൾവി ശക്തി കുറഞ്ഞു എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതൊരിക്കലും നമുക്ക് മാറ്റി കിട്ടില്ല. ദാറ്റ് ഡിപ്പെൻസ് എന്തിന്റെ ഹിയറിംഗ്. ഇപ്പൊ ഞരമ്പിന്റെ ആണെങ്കിൽ ആ. നമുക്കത് മാറ്റി കിട്ടാൻ ഇമ്മീഡിയറ്റ്ലി പറ്റിയതാണെങ്കിൽ, ആ. നമുക്കൊരു 1 വീക്കിന്റെ ഉള്ളിലാണെങ്കിൽ നമുക്കത് ട്രീറ്റ്മെന്റ് സ്റ്റീറോയിഡ്സോ എന്തെങ്കിലും കൊടുത്ത് ക്ലിയർ ആക്കാൻ പറ്റുമോ നോക്കാം. ഉം. പക്ഷെ കുറച്ച് നാളായിട്ട് അത് ഗ്രാജുവൽ ആയിട്ട് ഇപ്പൊ പ്രായമാകുമ്പോൾ നമുക്ക് ഗ്രാജുവൽ ആയിട്ട് ഈ കൺട്രോൾഡ് ഡയബറ്റീസ് കൺട്രോൾഡ് അല്ല, ബി പി കൺട്രോൾഡ് അല്ല, ഉം. അങ്ങനത്തെ ആൾക്കാർക്കാണ് ഇത് വരിക. കാരണം ഉം. അതിന്റെ ഫ്ലക്ച്വേഷന്റെ കൂടെ തന്നെ നമ്മളെ ഹിയറിംഗിനെയും ബാധിക്കും. ഓ. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാർക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളവർ ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ സ്വയം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളത് ഇതാക്കുക, നമ്മുടെ മൈൻഡ് സെറ്റ് അക്സെപ്റ്റ് ചെയ്യുക, മാറണം. മൈൻഡ് സെറ്റ് മാറി അത് വെക്കുന്നോണ്ട് ഒരു നാണക്കേടോ ഒന്നും വെച്ചേക്കാതെ നമ്മളത് യൂസ് ചെയ്യണം. യൂസ് ചെയ്യുക. അതുകൊണ്ട് ഒരു തെറ്റുമില്ല. ഒരു തെറ്റുമില്ല. അത് യൂസ് ചെയ്യുന്നോണ്ട് ഒരു ദോഷവും വരുന്നുമില്ല. അതാണ് വേറൊരു പ്രോബ്ലം. ആൾക്കാരുടെ വിചാരം ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ. ഉള്ള ഹിയറിംഗ് കുറഞ്ഞു പോകും. കുറഞ്ഞു പോകുന്നുള്ള ദോഷമില്ല. അത് കറക്റ്റ് അല്ല. കാരണം ഓക്കെ. അതും പറയും എന്നോട്. ഉം. ഉള്ള ഹിയറിംഗ് പിന്നെയും പിന്നെയും കുറയില്ലേ ഡോക്ടർ ഹിയറിംഗ് എയ്ഡ് വെച്ച് കഴിഞ്ഞത്. സംതിങ് ടു ഡു വിത്ത് ഹിയറിംഗ് എയ്ഡ്. അതെന്താ വെച്ചാൽ ആ ഒരു ഹിയറിംഗ് ഗ്രാജുവലായി കുറയുന്നുണ്ട്. ഉം. അത് ഹിയറിംഗ് എയ്ഡ് വെച്ചാലും വെച്ചില്ലെങ്കിലും അത് കുറയും. കുറച്ച് കുറയും. പക്ഷെ ഇത് വെക്കുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ബെറ്റർ ആവും. ഉം. അപ്പോൾ അത് വളരെ കുറഞ്ഞ് പതുക്കെ ആ ഒരു ഗ്രാജുവൽ ലോസ് വരുന്നുള്ളൂ. ഉം. പക്ഷെ ഇത് ആൾക്കാരെ വിചാരം അല്ല, ഇത് വെച്ച ഉടനെ നമ്മളെ ഹിയറിംഗ് അങ്ങോട്ട് പിന്നെയും കുറയും. കൂടുന്നുണ്ട്. അപ്പൊ ചിലപ്പം ഈ കേൾവിക്കുറവ് 2 ചെവിക്കും ഒരേപോലെ വരാം. അല്ലെങ്കിൽ ഒരു ചെവിക്ക് മാത്രമായിട്ടും വരാം. വരാം. അപ്പം ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യുമ്പോ എങ്ങനെയാ? നമ്മൾ 2ലും യൂസ് ചെയ്യണം എന്നാണോ? അതോ 1ലും മതിയോ?
വേഴ്സ്റ്റ് ഇയറിൽ ആദ്യം വെക്കാൻ നോക്കും. ഓക്കെ. അപ്പോൾ ഒരു ചെവിയിൽ മാത്രമാണെങ്കിൽ മറ്റേ ചെവി നന്നായി കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് ഡിപ്പെൻസ് അപ്പോൺ നമുക്ക് മറ്റേ ചെവിയിൽ യൂസ് ചെയ്യാം. അല്ല ഓക്കെ. 2 ചെവിയിലും കൂടി ഉണ്ടെങ്കിൽ 2 ചെവിയിലും വെക്കുന്നതായിരിക്കും ഐഡിയൽ. ഏറ്റവും ഐഡിയൽ. ഓക്കെ. ശരി. അങ്ങനെയാണ് സാധാരണ. ചെവിയിൽ വാക്സ് ഉണ്ടാകുന്നത് വലിയ അപകടമാണോ? അല്ല, ചെവിയിൽ വാക്സ് ആക്ച്വലി ഡേർട്ട് ആണെന്ന് പലരുടെ വിചാരമാണ്. ഹാ. അല്ല, ചെവിയിൽ ഉണ്ടാവുന്നത് നമ്മുടെ നോർമൽ സ്കിന്നിന്റെ ഇങ്ങനെ പതുക്കെ പതുക്കെ ക്ലിയർ ചെയ്ത് വരുന്ന ഡസ്റ്റ് മാത്രമാണ്, അല്ലെങ്കിൽ കുറച്ച് ഡസ്റ്റും കൂടി കയറുന്നതാണ് വാക്സ്. അത് നോർമലാണ്. ചിലർക്ക് അത് കുറച്ച് കൂടി വരാം. അപ്പം അത് ക്ലിയർ ചെയ്യണം. അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇറ്റ്സ് വെരി വെരി നോർമൽ തിങ്. ഓ! ഓക്കെ. ഇയർബഡ്സ് ഉപയോഗിച്ച് ചെവി വൃത്തിയാക്കാനൊക്കെ പണ്ട് പലരും ഉപദേശിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ചിലർ പറയുന്നു ഇയർബഡ്സ് ഉപയോഗം കുറയ്ക്കണമെന്ന്. ശരിക്കും എന്താണ് സത്യം? ഇയർബഡ്സ് തീരെ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം ഇയർബഡ്സ് യൂസ് ചെയ്യുമ്പോൾ ചെവിയിലേക്ക് ഇൻഫെക്ഷൻ വരും. ഇയർബഡ്സ് നമുക്ക് സ്റ്റെറൈൽ അല്ല. അപ്പോൾ ഇയർബഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞ് ചെവിയിലേക്ക് ഇൻഫെക്ഷൻ വരുത്തും. നമ്മളായിട്ട് നമ്മുടെ ചെവിയിലേക്ക് ഇൻഫെക്ഷൻ വരുത്തും. അപ്പോൾ ചെവി നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ചെവി തന്നെത്താൻ ക്ലീൻ ആവും. ചിലപ്പോൾ നമുക്ക് ചെവിയിൽ ഈ പറയണ പോലെ ഒരു ഇറിറ്റേഷൻ എന്തോ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും വരുമ്പോഴൊക്കെയും ആൾക്കാർ ഇയർബഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ചില ആൾക്കാർ എന്തെങ്കിലും ഒരു ഷാർപ്പ് ഒബ്ജക്റ്റ് തന്നെ നോക്കും. ഇയർബഡ്സ് കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷാർപ്പ് ഒബ്ജക്റ്റ് വെച്ചിട്ട് ആ ചെവിയിൽ ഇറിറ്റേഷൻ മാറ്റാനായിട്ട്. കറക്റ്റ്. ആ ഇറിറ്റേഷൻ വരുന്നത് ഹാ. ചിലപ്പോൾ ഡാൻഡ്രഫ് ഉള്ളതുകൊണ്ടായിരിക്കും. ഓ! യെസ്. അപ്പോൾ ഡാൻഡ്രഫിന് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ആ ചെവിയിലെ ഇറിറ്റേഷൻ മാറും. എസ്പെഷ്യലി ഇപ്പോൾ റെയിനി സീസണിൽ ആ ഡാൻഡ്രഫ് ചെവിയിലുണ്ടെങ്കിൽ, കാരണം ചെവിയിൽ ഈ മുടിയിലെ ഡാൻഡ്രഫ് കൂടും. ആ. അപ്പം ചെവിയിൽ ഇച്ചിങ് കൂടും. ആൻഡ് സംടൈംസ് അത് 2 കോറിലേഷൻ ഉണ്ടെന്ന് ആരും അറിയുന്നില്ല. അറിയുന്നില്ല. ഓക്കെ. കേൾവി ശക്തി കുറയുന്നത് പ്രായം കൂടുമ്പോഴല്ലേ? അല്ലാതെ ചെറിയ പ്രായത്തിൽ കേൾവി കുറയുമോ? ഡെഫിനറ്റ്ലി. അത് കാരണം ചില കുട്ടികൾക്ക് വേറെ ഇൻഫെക്ഷൻ, വേറെ കൈൻഡ് ഓഫ് നമ്മൾ സിൻഡ്രോമിക് ചിൽഡ്രൻ എന്ന് പറയും. വേറെ പല അസുഖങ്ങളും അതിൻ്റെ കൂടെ ഉണ്ടാവുമ്പോൾ ചെറുപ്പത്തിൽ തന്നെ ഹിയറിങ്ങിനെ ബാധിക്കാം. പിന്നെ ഈ പെട്ടെന്നൊരു വൈറൽ ഇൻഫെക്ഷൻ വന്നാൽ, ജോണ്ടിസ് വന്നാൽ കുട്ടികൾക്ക് ചെവിനെ ബാധിക്കാം. ആ. അപ്പോൾ പ്രായം കൂടുമ്പോൾ വരുന്നത് നമ്മൾ ഈ കണ്ണിന് കാഴ്ച കുറയുന്ന മാതിരി പ്രായം കൂടുമ്പോൾ ചെവിയിലും കേൾവി കുറയും. അതിന് നമുക്ക് ട്രീറ്റ്മെന്റ് ഇല്ല ഹിയറിംഗ് എയ്ഡ്. പക്ഷെ ഇതൊരു ജോണ്ടിസും ഇതൊക്കെ ആണെങ്കിലും അതിന് വേറെ നമുക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ കോക്ലിയർ ഇംപ്ലാന്റ് തന്നെ വേണ്ടി വരും. പക്ഷെ സഡൻ ഹിയറിംഗ് ലോസ് ആണെങ്കിൽ അതിന് സ്റ്റീറോയിഡ് ട്രൈ ചെയ്താൽ ചിലപ്പോൾ നല്ല പോലെ പെട്ടെന്ന് അതിന് ട്രീറ്റ്മെന്റ് വരണം. ഫസ്റ്റ് 1 വീക്ക് അല്ലെങ്കിൽ 5 ഡേയ്സിനുള്ളിൽ ട്രീറ്റ്മെന്റ് വന്നാൽ ക്ലിയർ ചെയ്യാൻ പറ്റും. അല്ലാതെ ഇപ്പം ജോണ്ടീസ് വന്നു എന്ന് വെച്ചിട്ട് അത് കുറച്ച് നാൾ കഴിഞ്ഞ് അസുഖം നോർമലായി കഴിയുമ്പോഴും ഇത് മാറണമെന്നില്ല. ഇത് അതിന്റെ ഒരു സൈഡ് സൈഡ് എഫക്റ്റും എഫക്റ്റ് ആയിട്ട്. ആയിട്ട് വരും. ഒരു വൈറൽ ഇൻഫെക്ഷൻ, പെട്ടെന്ന് ഹൈ ഫീവർ, അല്ലെങ്കിൽ മീസിൽസ്, അതെ. ചിക്കൻ പോക്സ്, ഇതെല്ലാം വരാം. ഓക്കെ. ഫാമിലിയിൽ പ്രായമായ ചിലർ ചെവിയിൽ എണ്ണ ഒഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് ശരിയായ ഒരു രീതിയാണോ? ചെവി വേദന വരുമ്പോൾ ആൾക്കാർ എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കി എണ്ണ ഒഴിക്കാൻ നോക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ വാക്സ് എടുക്കാൻ വേണ്ടി എണ്ണ ഒഴിക്കാൻ നോക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ പ്രാണി ഏറിക്കഴിഞ്ഞാൽ ചെവിയിൽ ഈ എണ്ണ ഒഴിക്കാൻ നോക്കും. അത് ശരിയല്ല. ഉറുമ്പ് കയറുമ്പോൾ അത് ചൂസ് ചെയ്യും. ദാറ്റ് ഇസ് നോട്ട് കറക്റ്റ്. അങ്ങനെ ഉറുമ്പ് കയറുക അല്ലെങ്കിൽ പ്രാണി കയറിയെന്നുണ്ടെങ്കിൽ, ഒരു ലൈവ് പ്രാണിയാണെങ്കിൽ ഒരു ടോർച്ച് അടിച്ചിട്ട് ചെവിയുടെ അടുത്ത് പോയി വെക്കുക. ചിലപ്പോൾ ആ ലൈറ്റ് കാരണം ആ ഉറുമ്പ് അല്ലെങ്കിൽ ആ ഒരു പ്രാണി പുറത്തേക്ക് വരാം. അല്ല, പ്രാണി പുറത്തേക്ക് വരുന്നില്ലെങ്കിൽ ഇളം ചൂടുവെള്ളം കുറച്ച് ചെവിയിൽ ഒഴിക്കുക. അപ്പോൾ പ്രാണി ചാവും, പുറത്തേക്ക് വരില്ല, ചാവും. കാരണം പ്രാണി ഉള്ളിലുണ്ടാവുമ്പോൾ അതിന്റെ മൂവ്മെന്റ് ഭയങ്കര പെയിൻഫുള്ളാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ അത് കടിക്കാം, ഇയർ ഡ്രമ്മിന്റെ മുകളിലോ ഇയറിന്റെ മുകളിലോ. അപ്പോൾ അത് മാറാനാണ് ആ ചൂടുവെള്ളം ഒഴിക്കുന്നത്. തണുത്ത വെള്ളം ഒഴിച്ചാൽ തല കറങ്ങാം. വെള്ളം ചൂടുവെള്ളം യൂസ് ചെയ്തിട്ട് പ്രാണി ചത്ത് കഴിഞ്ഞിട്ട് പിന്നെ ENT ഡോക്ടറെ വന്ന് കാണിക്കാം. ചിലര് പറയല്ലോ ചെവിക്കകത്ത് ഇങ്ങനെ മൂളണ പോലെ ശബ്ദം വന്നു, എന്തോ ഒരു ഇത് ചെവിയിൽ പ്രാണി കേറിയിട്ടുണ്ട്. പക്ഷെ ആ മൂളക്കം പ്രാണി കൊണ്ട് മാത്രമല്ല, അല്ലാണ്ടേയും വരാം. ഈ ഹിയറിംഗ് ലോസ് വരുമ്പോൾ മൂളക്കം വരും. അപ്പൊ അത് ഹിയറിംഗ് ലോസിന്റെ ഒരു സൈൻ ആണ് ആക്ച്വലി. അപ്പൊ അവർക്ക് ഹിയറിംഗ് ലോസ് ഉണ്ടെന്ന് അറിയുന്നുണ്ടാവില്ല. കാരണം മറ്റേ ചെവി നോർമലായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ചെവിയിൽ ഹിയറിംഗ് ലോസ് ഉള്ളത് ചിലപ്പോൾ അറിയില്ല. ഒരു ലെവൽ കഴിഞ്ഞാലേ അറിയുള്ളൂ. അപ്പൊ അതിന്റെ ആദ്യത്തെ സൈൻ ചിലപ്പോൾ ഈ മൂളലായിരിക്കും.
തലവേദന ഉൾപ്പെടെ പല പ്രശ്നങ്ങൾക്കായി സ്ഥിരമായി നേസൽ സ്പ്രേ ഉപയോഗിക്കുന്നത് അപകടം ക്ഷണിച്ചു വരുത്തുമോ? തലവേദനയ്ക്ക് നമ്മള് നേസൽ സ്പ്രേ വേണ്ട. പക്ഷെ നേസൽ സ്പ്രേ അപകടം ക്ഷണിച്ചു വരുത്തുന്നില്ല. ഇല്ല. കാരണം സ്റ്റീറോയിഡ് സ്പ്രേ ആണ് എന്നുള്ളൊരു ഫീലിംഗ് ആണ് ആൾക്കാർക്ക്. ഉം. പക്ഷെ അതൊരു വളരെ മൈൽഡ് സ്റ്റീറോയിഡ് ആണ്. ഉം. അതിനെ കൊണ്ട് സ്റ്റീറോയിഡിന്റെ സൈഡ് ഇഫക്ട്സ് ഒന്നും വരുന്നില്ല. ഉം. അലർജിക്ക് ഓൾ ഓവർ ദ വേൾഡ് നേസൽ സ്പ്രേസ് ആണ് ബെസ്റ്റ് ഏറ്റവും ട്രീറ്റ്മെന്റ്. സേഫും ബെസ്റ്റ്. ബെസ്റ്റ്. ഓക്കെ. വിക്സ്, അമൃതാഞ്ജൻ മുതലായവ സ്ഥിരം ഉപയോഗിക്കുന്നത് തലവേദന ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പ്രയോജനം ചെയ്യുമോ? ഇത് സ്ഥിരം നെറ്റിയിലും മൂക്കിലും ഒക്കെ തേക്കുന്നത് ദോഷം ചെയ്യുമോ? കുറെ ആൾക്കാർക്ക് വിക്സും അമൃതാഞ്ജനും ഭയങ്കര ഇഷ്ടാണ്. ഒരു രാത്രി ഹാബിറ്റാണ്. ഉറങ്ങുമ്പോ ഒരു ഹാബിറ്റ് ആണ്. അത് ഞാൻ അതങ്ങോട്ട് തേച്ച് ഞാൻ കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ട് അതിന്റെ എന്റെ ഒരു സ്മെല്ല് ഫാമിലിയിലും ഉണ്ട്. കിട്ടണം. ആ, അത് ഇവിടെ ചുമ്മാ ഇങ്ങനെയൊക്കെ തേക്കും. അപ്പൊ അതൊരു സുഖമായിട്ട് സുഖം ഉറങ്ങാൻ പറ്റുമെന്ന് ഉറങ്ങും പറയും. എന്നുള്ളത്. പക്ഷെ ആക്ച്വലി അത് മൈഗ്രെയിനൊക്കെ ആ ഒരു ഇത് ഇടുമ്പോൾ ആ ഒരു ചെറിയൊരു ബേണിംഗ് സെൻസേഷൻ വരും. അപ്പൊ ആ ഒരു ബേണിംഗ് സെൻസേഷൻ ആ ഒരു പെയിനൊന്ന് മാറ്റും. കാരണം ഇത് അതിന് പകരം വേറൊരു നീറ്റൽ മാതിരി വരുന്നത് ഉം. കൊണ്ട്. അപ്പൊ ആ ഒരു പെയിൻ അങ്ങനെയാണ് ആ പെയിൻ മാറുന്നത് കൊണ്ടുള്ളതാണ്. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് ആ സൈക്കോളജിക്കൽ ദ ബ്രെയിൻ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓർഗൻ. ഉം. അപ്പൊ നമ്മൾ ബ്രെയിൻ നമുക്ക് ആ ഒരു ഫീലിംഗ് വരുത്തുന്നുണ്ട് ഉം. ദിസ് ഇസ് ഗുഡ് എന്ന് വിചാരിക്കുമ്പോൾ സൈക്കോളജിക്കലി വി ഫീൽ ബെറ്റർ. അല്ലാണ്ട് അത് കാരണം വലിയ ഗുണമൊന്നുമല്ല. ഉണ്ടായിട്ടൊന്നും അല്ല. ഓക്കേ. അപ്പൊ അതങ്ങനെ ഡെയിലി തേക്കുന്നോണ്ട് എന്തെങ്കിലും ദോഷം വരുത്തുന്നുണ്ടോ? ദോഷമൊന്നുമില്ല. പക്ഷെ ഒന്നുമില്ല. വിക്സ് മറ്റേ ഈ വേപ്പറമായിട്ട് ഉം. സാധനങ്ങളും അതൊക്കെ ഇൻഹേലറുമായിട്ട് സാധനങ്ങളൊന്നും എപ്പോഴും ഇങ്ങനെ മൂക്കിൽ രണ്ട് മൂന്ന് അൺവാണ്ടഡ് ആൾക്കാർ ആയിട്ട് ഷെയർ ചെയ്യണതും അല്ലെങ്കിൽ അതിങ്ങനെ കോൺസ്റ്റന്റ്ലി ചെയ്യുന്നതും അത്ര നല്ലതല്ല. നല്ലതല്ല. ഓക്കെ. പ്രത്യേകിച്ചും ഷെയറിങ്. വീട്ടില് ഷെയറിങ് തന്നെ എസ്പെഷ്യലി ഒരൊറ്റ വേപ്പറപ്പ് വാങ്ങിയിട്ട് അച്ഛനും മകനും ഒക്കെ അങ്ങടും ഇങ്ങടുമൊക്കെ അത് അത് അപ്പോഴാണ് ഇൻഫെക്ഷൻ അങ്ങോട്ടും ഇൻഫെക്ഷൻ ഇങ്ങോട്ടും ഒക്കെ വരാ. പോകുന്നത്. അത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാര്യമാണ്. കുട്ടികൾ വായ തുറന്നുറങ്ങുന്നത് അപകടമാണോ? ഡെഫിനറ്റ്ലി അതൊരു ഫേസ് അല്ല, ഗ്രോയിങ് ഫേസ് അല്ല. വായ തുറന്ന് വെക്കുന്നത് മൂക്കടപ്പുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഉം. ആ ഒരു മൂക്കടപ്പ് എവിടെ നിന്നാണ്, എന്തുകൊണ്ടാണ്, അലർജി ആണോ, എഡനോയിഡ്സ് ആണോ, ഉം. സൈനസ് പ്രോബ്ലം ആണോ, പോളിപ്പ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ചെയ്യണം. ഉം. ചിലപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല വായ തുറന്ന് ഉം. വെച്ചിരിക്കുന്നത്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തുപ്പൽ ഉണങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ, ഉം. ഒരു വൈറ്റിഷ് മാർക്ക് ഉണ്ടെങ്കിൽ, ഉം. അതിൻ്റെ അർത്ഥം വായ തുറന്ന് വെക്കുന്നുണ്ട് രാത്രി കുട്ടി. അപ്പോൾ അതെന്തായാലും ഇത് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കേ. സാധാരണ എല്ലാവരും ചെവിയിൽ ഫ്ലെക്സിബിളായി വെക്കുന്ന ഇയർബഡ്സ് ചെവിയുടെ ഘടനയിലെ വ്യത്യാസം കൊണ്ട് ഈസിയായി ഫിറ്റ് ചെയ്യാതെ വരുന്നത് എന്തുകൊണ്ടാവും? അതിപ്പോൾ ആംഗിൾ പല വ്യത്യാസം ഉണ്ടാവും. ചെവിയുടെ കനാലിൻ്റെ അകത്തുള്ള പല വ്യത്യാസങ്ങളുണ്ടാവും. ഉം. അപ്പോൾ ആ ഒരു ആംഗുലേഷനോ ചിലപ്പോൾ ബോണോ കാർട്ടിലേജിൻ്റെയോ ഷേപ്പ് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഓ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് കയറുന്നില്ല. അപ്പോൾ അവർ കുറച്ചും കൂടി കുത്തിക്കയറ്റി നോക്കും. ഉം. അപ്പോഴാണ് ട്രോമ വരുന്നത്. ഉം. ഓക്കെ. തൊണ്ടയിൽ ക്യാൻസർ വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെ? അത് സ്പൈസി ഫുഡ്, ഉം. സ്മോക്കിംഗ്, ഉം. പിന്നെ പല്ല് ഷാർപ്പായിട്ടുള്ള പല്ല്, ഓ. ഉം. പിന്നെ ഈ ഒരു ബീറ്റിൽ നട്ട് ചൂയിങ് നമ്മൾ. അപ്പോൾ ഇതെല്ലാം കൂടുതൽ കോസസ് ഓഫ് നല്ല ഈ ക്യാൻസർ. ഒരു ക്യാൻസറാണ്. അപ്പോൾ അതെല്ലാം അവോയ്ഡ് ചെയ്യണം. അല്ലെങ്കിൽ അതുകൊണ്ട് ഡെന്റിസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് കാണണം. കുളിക്കുമ്പോൾ വെള്ളം ചെവിയിലേക്ക് അറിയാതെ കയറുന്നു. സൈഡിലേക്ക് ചെരിഞ്ഞു നിന്ന് വെള്ളം കളയാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ കോമൺലി എപ്പോഴും കാണുന്നതാണല്ലോ. ഇങ്ങനെ ചെവിയിൽ കയറുന്ന വെള്ളം ഇൻഫെക്ഷൻ ഉണ്ടാക്കുമോ? ചെവിയിൽ കയറുന്ന വെള്ളം ഇൻഫെക്ഷൻ കോസ് ചെയ്യില്ല. ആ. കാരണം അത് പുറത്തേക്ക് വരും. ഉം. പക്ഷെ ചെവിയിലേക്ക് വെള്ളം കയറുമ്പോൾ വാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉം. ആ വാക്സ് അങ്ങോട്ട് വീർത്ത് വരും. അപ്പോൾ ചെവി അടയാം. അതേമാതിരി ചെവിയിലൊരു ഹോൾ ഉണ്ടെങ്കിൽ, ഡ്രമ്മിനൊരു ഹോൾ ഉണ്ടെങ്കിൽ ചെവിയിൽ വെള്ളം കയറി കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ വരാം. വരാം. അപ്പൊ ഇത്തരത്തിൽ ചെവിയിൽ ഹോളുള്ള കുട്ടികളായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, പൂളൊക്കെ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യണത് ഒരിക്കലും അഡ്വൈസബിൾ യൂസ് അല്ല. ചെയ്യാൻ പാടില്ല. കാരണം ചെവിയിൽ ഹോളുള്ള ആൾക്കാർ ഒരിക്കലും പൂൾ സ്വിമ്മിങ്ങിന് പോകരുത്. എത്ര ക്യാപ്പ് ഇട്ട് നമ്മൾ കവർ കവർ ചെയ്താലും ചെയ്തിട്ട് വെള്ളം കാര്യമില്ല. ഉള്ളിൽ പോവും അല്ലേ? പോകാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇൻഫെക്ഷൻ വരിക. അപ്പോൾ ഉം. കുളിക്കുമ്പോഴും അത് ശ്രദ്ധിക്കണം. ഉം. വളരെ കെയർഫുൾ ആയിട്ട് കുളിക്കണം. ഓക്കെ. അപ്പോൾ ചെവിയിലേക്ക് വെള്ളം കയറാൻ പാടില്ല. ഇനി ഇത് അല്ലാത്ത ഒരു നോർമൽ ഒരു വ്യക്തിയാണെങ്കിലും റെഗുലർ യൂസ് ഓഫ് ഇതേപോലെ പൂളും കാര്യങ്ങളും ഫ്രീക്വന്റ് ആയിട്ട് അവർ യൂസ് ചെയ്യണത് അഡ്വൈസബിൾ ആണോ? ഈ ക്ലോറിൻ. ക്ലോറിൻ മാത്രമല്ല, ചിലപ്പോൾ ശരിക്കും ക്ലീൻ ചെയ്യുന്നുണ്ടാവില്ല പൂള്. ആ. അപ്പോഴാണ് പണ്ട് ആ ഒരു അമീബിക് ഇൻഫെക്ഷൻ്റെയും ഒക്കെ ഇത് ഉണ്ടായിരുന്നത്. ഉണ്ടായിരുന്നു. സോ ആൻഡ് അലർജിക്ക് ആണെങ്കിൽ ക്ലോറിൻ ഉണ്ടെങ്കിൽ ആ ഒരു അലർജി കൂടും. ഉം. അതേമാതിരി എഡനോയിഡ്സ് ഉണ്ടെങ്കിൽ സ്വിം ചെയ്യുമ്പോൾ ആ. ഇൻഫെക്ഷൻസ് കൂടും. ഉം. സോ എക്സസൈസ് ഇസ് ഓൾവേസ് ഗുഡ്. സ്വിമ്മിങ് ചിലർ, പക്ഷേ അലർജി കാണുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ ഇങ്ങനത്തെ ആൾക്കാർക്ക് പ്രോബ്ലം. അഡ്വൈസബിൾ അല്ല. ഓക്കെ.
കാത് കുത്തുന്നത് ഏതെങ്കിലും രീതിയിൽ കേൾവിശക്തിയെ ബാധിച്ചേക്കുമോ? ഒരിക്കലും ഇല്ല. ആ. പക്ഷേ കാത് ഏത് സൈഡിലാ കുത്തണേന്ന് തോന്നുമ്പോ അത് ശ്രദ്ധിക്കണം. കാരണം ഈ നമ്മുടെ ഇയർ ലോബ്യൂളിനെ കുത്തിയാ ഒരു കുഴപ്പവുമില്ല. ഉം. പക്ഷേ ഇപ്പത്തെ ഫാഷനില് ഉം. നമ്മൾ ഈ സൈഡിലൊക്കെ കുത്തും. അതെ. ബുഗാടി കുത്തും. അതെ. ആ അപ്പൊ അവിടെയൊക്കെ കാർട്ടിലേജ് ഉണ്ട്. ആ. അപ്പൊ അവിടെ കാർട്ടിലേജ് ഇൻഫ്ലെയിംഡ് ആയി കഴിഞ്ഞാൽ ചിലർ വരും എയർ കുത്തിയിട്ട് 3 മാസമായി 6 മാസമായി 1 കൊല്ലമായി ഉം. വേദന മാറിയിട്ടില്ല, ഉം. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ സ്വെല്ലിങ്, ഉം. അതെങ്ങനെയെങ്കിലും മാറ്റി തരണം എന്ന് പറഞ്ഞിട്ട്. ഉം. പക്ഷെ അതൊരു കാർട്ടിലേജിലുള്ള ഒരു ഇൻഫെക്ഷനാണ്. അത് നമുക്ക് ആ ഒരു ഇറിറ്റൻറ്റിന് മാറ്റാണ്ട് ആ ഇൻഫെക്ഷൻ മാറാൻ പോകുന്നില്ല. എത്ര ആൻറ്റിബയോട്ടിക് കഴിച്ചാലും അത് മാറി മാറില്ല. അപ്പൊ കാർട്ടിലേജ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ വരാം. അല്ലാണ്ട് കേൾവി ഒരിക്കലും ബാധിക്കില്ല. ബാധിക്കില്ല. ഓക്കെ. മൂക്കിൽ നിന്ന് രക്തം വന്നാൽ ഉടനടി ചെയ്യേണ്ട എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ടോ? ആ മൂക്കിൽ നിന്ന് രക്തം വന്നു കഴിഞ്ഞാൽ ഉം. മൂക്ക് ടൈറ്റായിട്ട് പിടിക്കുക, ഉം. വായിൽ കൂടെ ശ്വാസം എടുക്കുക, ഓക്കെ. അല്ലെങ്കിൽ ഐസ് പാക്ക് വെച്ചിട്ട് മൂക്കിന്റെ മുകളിൽ വെക്കുക. ഓക്കെ. ഇത് രണ്ടും ബ്ലീഡിങ്ങിനൊന്ന് കൺട്രോൾ ചെയ്യും. അപ്പോൾ ഓ. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബ്ലീഡിങ് ഇമ്മീഡിയറ്റ്ലി കുറയും. പിന്നെ മൂക്കിൽ നിന്നുള്ള ബ്ലീഡിങ്, ഡോണ്ട് ഗെറ്റ് മീ റോങ്, പക്ഷേ കുറേ ആൾക്കാർക്ക് ഈ ഫിലിംസ് കണ്ടിട്ട് മൂക്കിൽ നിന്ന് ബ്ലീഡിംഗ് എന്ന് പറയുമ്പോൾ അവർ അങ്ങേ അറ്റത്തതേ ആ. ആലോചിക്കുന്നുള്ളൂ. അതെ. ആ. ബട്ട് ദാറ്റ്സ് നോട്ട് ട്രൂ. ഉം. കാരണം മൂക്കിൽ മോസ്റ്റ് കോമൺ കോസസ് ഓഫ് ബ്ലീഡിങ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ മൂക്കിൽ ഇങ്ങനെ ആ. വിരലിടും. ഉം. അപ്പോൾ അവിടെ മുറിഞ്ഞിട്ട് അങ്ങനെ അങ്ങനെയും ബ്ലീഡിങ്. ബ്ലീഡിങ് വരാം. ഉം. പിന്നെ ഈ ഇപ്പോഴത്തെ ഈ ഡ്രൈ വെതറിൽ മൂക്കിൻ്റെ അകത്ത് കുറച്ച് ക്രസ്റ്റ് വരും. ഉം. അപ്പോൾ വലിയ ആൾക്കാരും കുട്ടികളും അതിങ്ങനെ തോണ്ടി കളയുമ്പോഴത്തേക്കും ബ്ലീഡിങ് വരാം. ബ്ലീഡിങ് വരാം. ഓക്കെ. സോ ആ ഒരു മോസ്റ്റ് കോമൺ കോസസ് ചൂടുണ്ടാവുമ്പോഴും തണുപ്പുണ്ടാവുമ്പോഴും ബ്ലീഡിങ് വരുന്നതാണ്. ഉം. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ ഈ 2 സ്റ്റെപ്സ് ആണ് ഏറ്റവും ഐഡിയൽ. ഐഡിയൽ. ഓക്കെ. മൂക്കിൽ വളവുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടത് നിർബന്ധമാണോ? 80% ആൾക്കാർക്ക് മൂക്കിൽ വളവുണ്ടാവും. ഉം. അപ്പോൾ ആ ആൾക്കാർക്ക് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ മൂക്കടപ്പ് ഉം. അല്ലെങ്കിൽ സൈനസൈറ്റിസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയും മൂക്കിൽ പാലത്തിന് വളവുണ്ടെന്ന്. ഉം. ഇല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്നും പറയില്ല. കാരണം മൂക്കിൻ്റെ പാലത്തിന് വളവുണ്ടെന്ന് പറഞ്ഞിട്ട് ആൾക്കാർക്ക് ഇനി അയ്യോ അതിനൊരു പ്രോബ്ലം വരുന്നുണ്ടോയെന്നുള്ളു. അപ്പോൾ എല്ലാവർക്കും മൂക്കിൽ പാലത്തിന് വളവുള്ളത് കൊണ്ട് പ്രശ്നം വരുന്നില്ല. ഉം. പക്ഷെ വളവുള്ള ആൾക്കാർക്ക് പ്രശ്നമുള്ള ആൾക്കാർക്ക് അത് ക്ലിയർ ചെയ്യണം. ചെയ്യണം. ഓക്കെ. തൊണ്ടയിൽ ക്യാൻസർ വരുമ്പോൾ തൊണ്ട പൂർണ്ണമായും എടുത്ത് കളയുന്നതിനെ പറ്റി കേട്ടിട്ടുണ്ട്. ഇതല്ലാതെ ഒരു ചികിത്സയില്ലേ? തൊണ്ട പൂർണ്ണമായി എടുത്ത് കളയല്ല. ആ. ആ ഭാഗത്ത് എവിടെയാ ക്യാൻസർ എന്നുള്ളതെങ്കിൽ ആ ഭാഗം അത് തൽക്കാലം റിസെക്ട് ചെയ്ത് എടുത്ത് കളയണം. ഉം. അല്ല ചെറിയ ക്യാൻസേഴ്സ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി റേഡിയേഷൻ മതിയാവും. ഓക്കെ. അപ്പോൾ റേഡിയേഷൻ ചെയ്തിട്ട് മാറ്റും. പക്ഷേ ഈ തൊണ്ടയിലുള്ള ക്യാൻസർ പലപ്പോഴും ആൾക്കാർ അത് മൈൻഡ് ചെയ്യാണ്ട് ഇഗ്നോർ ചെയ്ത് പോവും. കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ അത് ചെക്ക് ചെയ്യാൻ ചെക്ക് ചെയ്യാൻ പോകും. പോവുള്ളൂ. ഓക്കെ. അതാണ് പ്രോബ്ലം. പ്രോബ്ലം ആയിട്ട് വരുന്നത്. ഈ മൂക്കടപ്പ് വരുമ്പം എല്ലാവരും പറയും ഇവിടെയൊക്കെ വേദന വരുമ്പോഴത്തേക്ക് ഇതൊക്കെ സൈനസിന്റെ പ്രോബ്ലം ആണ്, അല്ലെ മൂക്കടപ്പ് കൂടുമ്പോൾ എനിക്ക് സൈനസൈറ്റിസ് വരുന്നു എന്നൊക്കെ എല്ലാവരും സ്വയം അങ്ങ് പറയുന്നുണ്ട്. അങ്ങനെ മൂക്കടപ്പ് വന്നാൽ എപ്പോഴും സൈനസൈറ്റിസ് വരണമെന്നുണ്ടോ? ഇല്ല, മൂക്കടപ്പ് എപ്പോഴും സൈനസൈറ്റിസ് ആവണം എന്നില്ല. ആ. കാരണം മൂക്കടപ്പ് ചിലപ്പോൾ അലർജി കൊണ്ടാവാം, ചിലപ്പോൾ മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവ് കൊണ്ടായിരിക്കാം, ഓ. ചിലപ്പോൾ പോളിപ്സ് കൊണ്ടായിരിക്കാം. അതേമാതിരി ഇവിടെയൊക്കെയുള്ള വേദനയും ഉം. എപ്പോഴും സൈനസൈറ്റിസ് ആവണം എന്നില്ല. ഓ. കാരണം ചിലപ്പോൾ ഈ ഒരു ജോയിൻറ്റിൻ്റെ വേദന വരാം. അപ്പോൾ ഈ ഇപ്പം ഡെന്റൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട് ഉം. കുറേ നാൾ മുമ്പേ. ഉം. RC കനാൽ റൂട്ട് ഫില്ലിംഗ് ചെയ്തിട്ടുണ്ട്, ക്യാപ്പ് ചെയ്തിട്ടുണ്ട്. ഉം. അപ്പം അങ്ങനെ വരുമ്പോൾ പല്ലിന് ഒരു ഡിഫറൻസ് വരും രണ്ട് തമ്മിൽ. ഉം. അപ്പോൾ ആ ഒരു ബാലൻസ് സപ്പോർട്ട് ഇല്ലാത്തപ്പോൾ ഈ ജോയിൻറ്റിനെയാണ് അത് ബാധിക്കുക. അപ്പോൾ ആ പെയിനും ഇവിടെ ഇങ്ങനെയാണ് വരിക. അപ്പോൾ അതും സൈനസൈറ്റിസ് ആയിട്ട് വിചാരിക്കാം. എന്ത് മൂക്കടപ്പും സൈനസൈറ്റിസ്. സൈനസൈറ്റിസ് ആവുമ്പോൾ 2-3 കാര്യം. ഒന്നെങ്കിൽ മൂക്കിൽ നിന്ന് ഡിസ്ചാർജ് വരും, ഓക്കെ. അല്ലെങ്കിൽ മൂക്കിൽ തലയ്ക്കൊരു ഭാരം ഉണ്ടാവും, ഉം. അതിൻ്റെ ഒരു ഹെഡേക്ക് ഉണ്ടാവും. ഇപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഹെഡേക്ക് ഉണ്ടാവും. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആ ഹെഡേക്ക് പതുക്കെ ആ സൈനസ് പതുക്കെ ഡ്രെയിൻ ചെയ്യുമ്പോൾ ആ ഹെഡേക്ക് മാറാം. ഉം. ആൻഡ് മൂക്കിൽ ചിലപ്പോൾ ഒരു യെല്ലോയിഷ് ഡിസ്ചാർജ് ഉണ്ടാവും. ഉം. ചിലപ്പോൾ വേദന പെയിൻ ഹെഡേക്ക് ഇല്ലാണ്ട് തന്നെ യെല്ലോയിഷ് ഡിസ്ചാർജ് ഉണ്ടാവും. ഉം. അല്ലെങ്കിൽ മൂക്ക് എന്നിട്ട് അടഞ്ഞിട്ടും ഉണ്ടാവും. ഉം. ഇതൊക്കെ ആണെങ്കിലാണ് സൈനസൈറ്റിസ് ആവുന്നത്. ജസ്റ്റ് മൂക്കടപ്പ് യൂഷ്വലി അലർജി അല്ലെങ്കിൽ പാലത്തിൻ്റെ വളവ് അല്ലെങ്കിൽ പോളിപ്സ് ഇതെല്ലാം കൊണ്ടും വരാം. ഓക്കെ. ആൻഡ് ഈ ജോയിൻറ്റിൻ്റെ ഇത് കാരണവും ഈ പെയിൻ വരാം. ഉം. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടാണ് മൂക്കടപ്പ്. വരുന്നത്. അല്ലാതെ ഇവിടെ വേദന വന്നു എന്ന് വെച്ചിട്ട് അത് സൈനസൈറ്റിസ് ആവണം എന്നില്ല ഇല്ല. എപ്പോഴും. ഓക്കെ. പിന്നെ കോമൺലി പറയുന്ന വേറൊരു വാക്കാണ് ഇയർ ബാലൻസിങ്ങിന്റെ ഇഷ്യൂ ഉണ്ട് എനിക്ക്. അയ്യോ എനിക്ക് തല കറങ്ങണു, എനിക്ക് എന്തോ പ്രശ്നമാണ്, ഇരുന്നിട്ട് പെട്ടെന്ന് എണീക്കുമ്പോൾ, കിടന്നിട്ട് പെട്ടെന്ന് എണീക്കുമ്പോൾ. അതിനെക്കുറിച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ?
അത് വളരെ കോമണാ. കാരണം ഇയർ ബാലൻസിന്റെ ആണെന്ന് പറഞ്ഞിട്ടാണ് എല്ലാ തലകറക്കത്തിനും ആൾക്കാര് വരുന്നെ. ഉം. പക്ഷെ എല്ലാ തലകറക്കവും ഇയർ ബാലൻസിന്റെ അല്ല. ഇയർ ബാലൻസിന്റെ പ്രോബ്ലം ആവുമ്പോ കട്ടുമ്മന്ന് എണീക്കുമ്പോ ഉം. തലകറങ്ങും. അല്ലെങ്കിൽ കട്ടുമ്മ കിടന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെരിയുമ്പോ തലകറങ്ങും. അല്ലെങ്കിൽ കട്ടുമ്മ കിടക്കുമ്പോ തലകറക്കം വരും. നോർമലി നടക്കുമ്പോ ആ ഇയർ ബാലൻസിന്റെ പ്രോബ്ലത്തിന് പ്രശ്നം വരില്ല. ഉം. അപ്പൊ ഈ ഇത്തരം കാര്യം അതും ഒരു 2ഓ 3ഓ ദിവസം ഉണ്ടാവും. കുറേ നാൾ ഈ തലകറക്കം വരുന്നു അല്ലെങ്കിൽ നടക്കുമ്പോ തലകറക്കം വരുന്നത് ഉം. ഇയർ ബാലൻസ് അല്ല. ഓ. ഇപ്പൊ മുകളിലേക്ക് താഴേക്ക് നോക്കുമ്പോ വരുന്നത് ഇയർ ബാലൻസ് ആണ്. ഉം. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് മാത്രമേ ഇയർ ബാലൻസിന്റെ വരുന്നുള്ളൂ. ഉം. അല്ലാണ്ട് വരുന്നത് മോസ്റ്റ്ലി ഈ ഒരു മൈഗ്രെയിൻ കൊണ്ട് വരാം. ഉം. അല്ലെങ്കിൽ വേറെ ചെവിനെ ബാധിക്കുന്ന വേറെ ഒരു കണ്ടീഷൻസ് ഉണ്ട്. മീനിയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഉം. അപ്പൊ അത് കാരണവും വരാം. പക്ഷെ എല്ലാതും കാരണം തലകറക്കം എന്ന് പറയുമ്പോൾ എല്ലാവരും ആദ്യം ഇയർ ബാലൻസ് ഉം. എന്ന് വിചാരിച്ചിട്ടാണ്. ഉം. പക്ഷെ ഇയർ ബാലൻസിന്റെ തലകറക്കമാണെങ്കിൽ ഇതിപ്പോ ഈ എണീക്കുമ്പോഴത്തെയും കിടക്കുമ്പോഴത്തെയും ആണെങ്കിൽ ഉം. അത് പെട്ടെന്ന് തന്നെ അത് ക്ലിയർ ചെയ്യാൻ പറ്റും. ചെറിയൊരു എക്സർസൈസ് ചെയ്തിട്ട് ഉം. അത് ഒപിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓ. പേഷ്യന്റിനെ കിടത്തി ഉം. തിരിച്ചും മറിച്ചും കിടത്തിയിട്ട് ആ ഇയറിന്റെ ആ ഒരു പൊസിഷൻ കാരണം ചെവിയിൽ ചെറിയ ക്രിസ്റ്റൽസ് ഉണ്ട്. ഉം. അതിന്റെ പൊസിഷൻ മാറുമ്പോഴാണ് ഈ ഇയർ ബാലൻസിന് പ്രോബ്ലം വരുന്നത്. ഉം. അപ്പൊ അത് റീപൊസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് മാറും. ഓ. പക്ഷെ ബാക്കിയുള്ളത് അതിനുള്ള എന്താണ് മൈഗ്രെയിൻ കൊണ്ട് തലകറക്കം വരാം. ഉം. അല്ലെങ്കിൽ ഈ മീനിയസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ കൊണ്ട് വരാം. അങ്ങനെ പല കണ്ടീഷൻ കൊണ്ടും വരാം. ഉം. അപ്പൊ അതെന്താന്ന് നോക്കിയിട്ട് അതൊരു ഹിയറിംഗ് ടെസ്റ്റ് ചെയ്ത് അസസ് ചെയ്ത് വേണം ക്ലിയർ ചെയ്യാനായിട്ട്. ഈ മൈഗ്രെയിൻ ഉള്ളതിന് തന്നെ ചിലര് റെഗുലർ ആയിട്ട് ടാബ്ലറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ട്. ചിലർക്ക് യെസ്. പെട്ടെന്ന് മൈഗ്രെയിൻ ഹിറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ളവർ ഇങ്ങനെ ഡെയിലി ഒരു ഫ്രീക്വന്റ് ആയിട്ട് മെഡിക്കേഷൻ എടുക്കുന്നത് ആക്ച്വലി നല്ലതാണോ? അല്ലല്ലോ? അല്ല. കാരണം മൈഗ്രെയിൻ എന്താണ് ട്രിഗറിങ് ഫാക്ടേഴ്സ് നോക്കണം. ഉം. ചിലപ്പോൾ ചിലർ സ്വീറ്റ്സ്, ചോക്ലേറ്റ്സ്, ഉം. ഐസ്ക്രീം ഉം. അല്ലെങ്കിൽ ഉറക്കം ശരിയാവുന്നില്ല, ഉം. അല്ലെങ്കിൽ വെയിലത്ത് പോകുന്നു, ഉം. യാത്ര ചെയ്യുന്നു. ഇതൊക്കെ ട്രിഗർ ഫാക്ടേഴ്സ്. സ്ട്രെസ്. ഉം. അപ്പോൾ ഈ ഒരു ട്രിഗർ ഫാക്ടേഴ്സ് എന്താന്ന് നോക്കിയിട്ട് ഉം. അത് അവോയ്ഡ് ചെയ്ത് എന്നിട്ട് ആ മൈഗ്രെയിൻ ടാബ്ലറ്റ് ചിലപ്പോൾ 1 2 മാസം കഴിക്കേണ്ടി വരും. ഓക്കെ. അതൊന്ന് കൺട്രോളിൽ വന്നിട്ട് വേണം സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. ഈ മൈഗ്രെയിനും എന്തെങ്കിലും സ്പ്രേ ഇപ്പൊ വന്നിട്ടുണ്ടോ? അത് പണ്ടേ ഉണ്ട് ഒരു ചെറിയൊരു സ്പ്രേ. പക്ഷെ അതുകൊണ്ട് അത് തൽക്കാലത്തേക്കുള്ളൊരു ഇഫക്റ്റ് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഓക്കെ. അത് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ എന്ന് മൈഗ്രെയിൻ ഏറ്റവും ബെസ്റ്റ് ഡോക്ടർ പറയുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ആ മൈഗ്രെയിൻ വരുന്നതെന്നുള്ള പ്രോബ്ലം നമ്മൾ ഫസ്റ്റ് നമ്മൾ അനലൈസ് ആദ്യം ചെയ്യണം. കാണണം. ആ ട്രിഗറിങ് ഫാക്ടർ എന്താന്ന് നമ്മൾ ചെക്ക് ചെയ്ത് കണ്ടെത്തണം. നോക്കണം. എന്നിട്ട് അത് അപ്പൊ ആ അവോയ്ഡ് ചെയ്യാം. ട്രിഗറാണ് നമ്മൾ ആദ്യം കുറയ്ക്കേണ്ടത്. അല്ലെങ്കിൽ ഓക്കെ. അത് പിന്നെയും പിന്നെയും വരും. വരും. നമ്മൾ വെറുതെ മരുന്ന് മാത്രം കഴിച്ചുകൊണ്ട് കഴിച്ചിട്ട് യാതൊരു കാര്യമില്ല. കാര്യവുമില്ല. നമ്മൾ തന്നെ നമ്മളെ ട്രിഗറിങ് ഫാക്ടർ എന്താണെന്ന് ചെക്ക് ചെയ്യാൻ കണ്ടുപിടിക്കണം. പറ്റണം. ഡോക്ടർ എത്രയോ വർഷങ്ങളായിട്ട് എത്രയോ പേഷ്യൻസിനെ നേരിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സൺറൈസ് ഹോസ്പിറ്റലിൽ ഇഎൻടി ആയിട്ട് ഡോക്ടർ ഇരിക്കുന്നു. എത്രയോ കേസസ് ചെയ്യുന്നു. ഇതിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് കോമൺ പ്രോബ്ലം ആയിട്ട് ഡോക്ടർ കാണുന്ന ഒന്ന് എന്താണ്? അല്ലെങ്കിൽ നമ്മൾ ഇഎൻടി ആയിട്ടുള്ള പ്രോബ്ലം വരാതിരിക്കാൻ സാധാരണ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ അലേർട്ടായിട്ട് അല്ലെങ്കിൽ പ്രിക്കോഷൻ എടുത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ്? സീ നമുക്കിപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മളെ ഔട്ട്സൈഡ് എൻവയൺമെന്റ്സ് ലൈക്ക് നമ്മൾ ഇപ്പൊ ഈ ഒരു അലർജിയൊക്കെ റിലാക്സ് ചെയ്ത് കാരണം അലർജി കാരണം കുറെ ഫാക്ടേഴ്സ് വരാം. ഉം. ചെവിയിലെ ഈ ഒരു ഡിസ്ചാർജ് വരാണ്ട് നോക്കാൻ ഉം. ചെവിൻ്റെ ഇതും പിന്നെ ചെവി ക്ലീൻ ചെയ്യാണ്ടിരിക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മെയിൻലി കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ പോളിപ്സ് ഒന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പറ്റില്ല. കാരണം അത് എഡനോയിഡ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പറ്റില്ല. സ്നോറിങ് നമുക്ക് കൺട്രോൾ ചെയ്യാം. നമുക്ക് വെയിറ്റിന്റെ കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ, നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒക്കെ വരുത്തുവാണെങ്കിൽ ഉം. നമുക്ക് ഒരു ഡെഫിനിറ്റ്ലി പരിധി വരെ. പരിധിവരെ കുറയ്ക്കാം. ഉം. പിന്നെ ഓഫ് കോഴ്സ് മെയിൻലി ആ ഹിയറിങ്ങിൻ്റെതും നമുക്ക് ശ്രദ്ധിക്കുക. ഇയർബഡ്സ് യൂസ് ചെയ്യുന്നതും, ഉം. എയർപോഡ്സ് യൂസ് ചെയ്യുന്നതും ഒക്കെ ഒന്ന് കുറയ്ക്കുക. ഉം. ഇതെല്ലാമാണ് മെയിൻലി നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന കാര്യങ്ങൾ. ഉം. പിന്നെ ഓഫ് കോഴ്സ് സൈനസൈറ്റിസ് ആയാലോ അല്ലെങ്കിൽ നമുക്കൊരു മൈഗ്രെയിൻ ആണെങ്കിലും അതൊന്നും നമുക്ക് ട്രിഗറിങ് ഫാക്ടേഴ്സ് ഒക്കെ കൺട്രോൾ ചെയ്യാന്നല്ലാണ്ട് സ്ട്രെസ് ഇസ് എ വെരി വെരി കോമൺ ഫാക്ടർ. ഉം. ഈ സ്ട്രെസ് പല കാര്യങ്ങളിലും നമുക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ശരി. ഇപ്പൊ സ്ട്രെസ് കാരണം തന്നെ തലകറക്കവും വരാം. ഉം. സോ അത് ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലില് സ്ട്രെസ് ഇസ് വെരി മേജർ റോൾ. കോമൺ വെരി കാണുന്ന. വെരി കോമൺ. Yeah. അപ്പൊ അത് ടീച്ചേഴ്സ് ആണെങ്കിലും ബാങ്ക് ഏത് എംപ്ലോയീസ് ഫീൽഡാണെങ്കിലും. ആണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും എല്ലാവർക്കും എല്ലാം. ഉള്ള ഒരു ഇതല്ലേ. ഉം. അപ്പൊ ആ ഒരു ഫാക്ടറും ഉണ്ട്. ഉം. അപ്പൊ ദോസ് ആർ ദ മെയിൻ തിങ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതുള്ളൂ. ഉം. സോ അതല്ലാണ്ട് മോസ്റ്റ്ലി കോമൺ ഇപ്പൊ എനിക്ക് തോന്നുന്നു പൊല്യൂഷനും എല്ലാം കൂടിയതുകൊണ്ട് അലർജി വളരെ കോമൺ കോമൺ ആയിട്ട് ആണ്. വരുന്നുണ്ട്. ഉം. അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റെങ്കിൽ ഉം. ദാറ്റ് വിൽ ബി ഗുഡ്. ആൻഡ് ഓഫ് കോഴ്സ് ഒബീസിറ്റി. ഉം.
ഒബീസിറ്റി വരുമ്പത്തേക്ക് പല തരത്തിലുള്ള ഇഷ്യൂസ് ആണ്. ഇഷ്യൂസ് പല ഉണ്ട്. ഏരിയയിൽ നിന്നും പല പല പ്രോബ്ലംസ് നമ്മളെ ട്രിഗർ ട്രിഗർ ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ? ചെയ്തുകൊണ്ടിരിക്കും. മൊത്തത്തിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസും എപ്പോഴും ഹെൽത്തി ആയിട്ട് നമ്മൾ ഇരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പല ഡിസീസസും നമുക്ക് ഡെഫിനിറ്റ്ലി കൺട്രോൾ ചെയ്യാൻ പറ്റും. കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ ഡോക്ടർ. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇത്രയും താങ്ക് യു. ഞങ്ങളുടെ സമയം വന്നിരുന്ന് ഇത്രയും താങ്ക് ഡീറ്റെയിൽ യു ആയിട്ട് സോ എല്ലാം മച്ച്. പറഞ്ഞു തന്നതിന് താങ്ക് യു സോ മച്ച്.